ഇതിൽ ഒന്നാമത്തെ ചിന്ത, സഭയിൽ ദിവസേന ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഓരോ ദിവസങ്ങളിലും കർത്താവിൻ്റെ സഭയിലേക്ക് ആത്മാക്കൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം, ആരാണ് സഭയിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരുന്നത്? ആരാണെന്നാ വായിച്ചേ? ദൈവമക്കൾ പറഞ്ഞ് ആരാന്നാ വായിച്ചേ? ആരാ? കർത്താവ് എന്നാണ് വായിച്ചത്. എന്ന് പറഞ്ഞാൽ സഭയിൽ ഒരാത്മാവിനെ കൊണ്ടുവരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നാട്ടിലുള്ള ആളുകളോട് പറയും, ഉപദേശിമാരെ തല്ലിയത് കൊണ്ട് സഭയിൽ ആൾ വരാതിരിക്കത്തില്ല. കാരണം ഉപദേശിമാരല്ല സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഉപദേശിമാരെ ആരെങ്കിലും തല്ലിയത് കൊണ്ട് സുവിശേഷ പ്രവർത്തനം ഒരിക്കലും അവസാനിച്ചിട്ടില്ല. അത് അവസാനിക്കത്തും ഇല്ല. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇനി മൂന്നാമത്തെ ചിന്ത, കർത്താവ് ആരെയാണ് സഭയിൽ കൊണ്ടുവരുന്നത്? ആരെയാണെന്നാ വായിച്ചേ? ഉറക്കെ പറഞ്ഞേ. രക്ഷിക്കപ്പെടുന്നവരെയാണ് കർത്താവ് സഭയിലേക്ക് ചേർക്കുന്നത്. ഇന്ന് സഭകളിൽ രണ്ട് തരം ആളുകളുണ്ട്. ശ്രദ്ധിച്ച്, രണ്ട് തരം ആളുകളുണ്ട്. ഒന്ന് രക്ഷിക്കപ്പെട്ടവർ, രണ്ട് രക്ഷപ്പെടാൻ വന്നവർ. രണ്ടു കൂട്ടം ആളുകൾ ഇന്ന് സഭയിലുണ്ട്. പെന്തക്കോസിൽ പോയാൽ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ചിലരെന്ത് ചെയ്യും? പ്രാർത്ഥനയ്ക്ക് വരും. കുറച്ചു കാലം വന്നിട്ട് പറയും, ഓ അവിടെ പോയിട്ട് വലിയ ഗുണമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വന്ന വഴി അവരെന്ത് ചെയ്യും? തിരിച്ചു പോകും. വേറെ ചിലരുണ്ട്, രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ഇതിനകത്ത് വരും, അത്യാവശ്യം രക്ഷപ്പെട്ട് നല്ല സെറ്റപ്പൊക്കെ ആയി കഴിയുമ്പോൾ അവരിത് ഇട്ടേച്ച് എന്ത് ചെയ്യും? തിരിച്ചു പോകും. ഈ രണ്ട് കൂട്ടരും എന്തിനു വന്നതാ? രക്ഷപ്പെടാൻ. അങ്ങനെ എത്രയോ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഈ നെയ്യാറ്റിങ്കര കൊണ്ട് രക്ഷപ്പെട്ട എത്ര ആളുകളുണ്ട്? സജിത്ത് കണ്ണൂരിനെ പോലെ നെയ്യാറ്റിങ്കര കൊണ്ടും പാറശാല കൊണ്ടും ഒക്കെ രക്ഷപ്പെട്ട പുള്ളികളാണ്. കാര്യം ഇവിടെ വന്ന മാജിക്ക് കാണിച്ച് പാവങ്ങളെ പറ്റിച്ച് ചാക്ക് കണക്കിന് പണമൊക്കെ കൊണ്ടുപോയ എത്ര ആളുകൾ? സജിത്ത്, ലോറൻസ്, തങ്കു, താരു, ഇവരൊക്കെ ഇതിനകത്ത് വന്ന് രക്ഷപ്പെട്ടു. പക്ഷേ തങ്കുവൊക്കെ ഇപ്പോഴും ഉണ്ട്, താരുവും ഉണ്ട്. പക്ഷേ സജിത്തൊക്കെ പോയി, തിരിച്ചുപോയി. കാര്യം ഇവിടെ വന്ന കാര്യം നടന്നതുകൊണ്ട് തിരിച്ചുപോയി. രക്ഷപ്പെടാൻ വന്ന രക്ഷപ്പെട്ടു. അത്യാവശ്യം കണ്ട ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്തയിലൊക്കെ പറഞ്ഞു, മൂന്നാറിലെ ഇടുക്കിയിലൊക്കെ നല്ല എസ്റ്റേറ്റും പിന്നെ റിസോർട്ടും ഒക്കെ പണിഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ ബാർബിക്യൂ ഹോട്ടലൊക്കെ ആയി. അപ്പോൾ അത്യാവശ്യം രക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് സഭയിലേക്ക് ചേർക്കുന്നത് രക്ഷപ്പെടാൻ വരുന്നവരെ അല്ല, രക്ഷിക്കപ്പെടുന്നവരെ. രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാപമോചനം പ്രാപിക്കുന്നവരെയാണ് കർത്താവ് തൻ്റെ സഭയിലേക്ക് ചേർക്കുന്നത്. അത് വളരെ കുറച്ചേ കാണത്തുള്ളൂ. അവരാരും എന്തെങ്കിലും പ്രതീക്ഷിച്ചു വരുന്നവര് അല്ല. അങ്ങനെ പ്രതീക്ഷിച്ചു വരുന്നവരല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് കാരണം കൊണ്ടും അവർ ഈ പുസ്തകം വിട്ടെന്ത് ചെയ്യില്ല? പോകത്തില്ല. അത് നമ്മൾ അങ്ങനെ നോക്കി മനസ്സിലാക്കിയാൽ മതി. ആരാണ് രക്ഷിക്കപ്പെട്ടവരെന്ന് നമുക്കറിയാം. പ്രതികൂലം വന്നാലും പ്രതിസന്ധികൾ വന്നാലും അറിഞ്ഞ സത്യം വിട്ട് അവർ ഒരിടത്തും പോകത്തില്ല. അത് രക്ഷിക്കപ്പെട്ടവൻ്റെ ലക്ഷണം. അതിനിപ്പോൾ ആരും നിർബന്ധിക്കണമെന്നൊന്നും ഇല്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ ഒരു ചേച്ചി ടി വിക്കകത്തോടൊക്കെ കയറി ഇങ്ങനെ പറഞ്ഞു, പെന്തക്കോസുകാർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുക എന്ന ഒരു ചേച്ചിക്ക് വേറൊരു ജോലിയില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പം അതിൻ്റെ മറുപടി പറയും, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് നമ്മുടെ ആളുകളെ പെന്തക്കോസുകാർ കൊണ്ടുപോകുന്നെങ്കിൽ ചേച്ചി 1000 രൂപയും ചിക്കൻ കാലും കൊടുത്ത് തിരിച്ചു കൊണ്ടുപോക്കോ. എന്നാ പ്രശ്നം? എന്നാ കഞ്ഞിക്ക് വേണ്ടി വന്നവൻ കോഴിക്കാല് കണ്ടാൽ പോകാതിരിക്കുമോ? രാജൻ ഭാഷ പോകും, ഉറപ്പായിട്ട് പോകും. അപ്പോൾ കഞ്ഞിയും പയറും കിട്ടാൻ വേണ്ടിയൊക്കെ പെന്തക്കോസി വന്നെന്നൊക്കെ പറയുന്നവരെ നല്ല പണം കൊടുത്ത് ചിക്കൻ ഫ്രൈ മേടിച്ച് അങ്ങോട്ട് കൊണ്ടുപോക്കണം. ഇതിനകത്തുനിന്ന് വല്ലവരും വരുമെങ്കിലും എന്ത് ചെയ്തോണം? കൊണ്ടുപോയിക്കണം. ഇവിടെ അങ്ങും വഴക്കും പിണക്കവും നമുക്കില്ല, അങ്ങനെ പരിപാടിയൊന്നുമില്ല.
എന്നാൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവന്റെ ലക്ഷണം കഴുത്തറുത്ത് താഴെയിട്ടാലും അറിഞ്ഞ സത്യം വിട്ടൊരു ചുവട് പുറകോട്ട് പോകത്തില്ല. ആ കഴുത്ത് അവിടെ കിടന്ന് 1 മിനിറ്റ് പ്രസംഗിക്കും, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് 1 മിനിറ്റും കൂടെ പ്രസംഗിച്ചിട്ട് ആ കഴുത്ത് അവിടെ അനക്കം നിലയ്ക്കത്തുള്ളൂ. അത് രക്ഷിക്കപ്പെട്ടവന്റെ ലക്ഷണമാണ്. ആമേൻ. ഇനി രക്ഷിക്കപ്പെട്ടവർ സഭയിലുണ്ടോയെന്നറിയാൻ ഞാൻ ഒരിക്കൽ ഈ തിരുവനന്തപുരത്തിൻ്റെ ആ കോവളം വണ്ടിത്തടം ഭാഗത്ത് ഒരു സഭയിൽ പ്രസംഗിക്കാൻ സഭയ്ക്കകത്ത് പോയി. അപ്പോൾ ഒരു 10-40 പേര് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരാവേശത്തിന് അവരോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടവരെല്ലാം കരമുയർത്തി സ്തോത്രം പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ 40 പേരിൽ ഒരു 7-8 പേരെന്ത് ചെയ്തു? കൈപൊക്കി. അപ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ഭാരമായി. 8 പേരൊഴികെ ബാക്കിയുള്ളവരാരും രക്ഷിക്കപ്പെട്ടില്ലയോ എന്ന് ഓർത്ത് ഞാൻ പ്രസംഗിക്കാൻ ചിന്തിച്ചുകൊണ്ട് വന്ന വിഷയം ഞാൻ അവിടെ വെച്ച് മാറ്റി. കാര്യം ഇവരെല്ലാം രക്ഷിക്കപ്പെടണമല്ലോ എന്ന് ഓർത്ത് സുവിശേഷം പറയാമെന്ന് വിചാരിച്ച് ഞാൻ സബ്ജക്റ്റ് മാറ്റാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്ന് ഞാൻ വീണ്ടും അവരോട് ഒന്നുകൂടെ ചോദിച്ചു, സ്നാനപ്പെട്ടവരെല്ലാം കൈപൊക്കാൻ പറഞ്ഞു. അപ്പം 40 പേരും പൊക്കി. മനസ്സിലായില്ല? അപ്പം 40 പേരുള്ള സഭയിൽ രക്ഷിക്കപ്പെട്ടത് 8 പേര്, സ്നാനപ്പെട്ടത് 40. അപ്പോൾ ഇവർ രക്ഷിക്കപ്പെടാതെ എങ്ങനെയാണ് സ്നാനപ്പെട്ടതെന്ന് ഓർത്ത് ഞാൻ ഇന്നും ഇരിക്കുക എനിക്ക് ഉത്തരം കണ്ടെത്തിയിട്ടില്ല. കാരണം ചത്തതെന്നാണെന്നാണ് ഞാൻ ചോദിച്ചത്. കുഴിച്ചിട്ട കാര്യമാണ് ഇവർ പറയുന്നത്. ഇന്നും പലരോട് അങ്ങനെ എന്നാ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ സ്നാനപ്പെട്ടിട്ടൊരു അപ്പം എന്നാ ചോദിച്ചേ? അപ്പം അടിസ്ഥാനപരമായി ഇതിനെക്കുറിച്ചൊന്നും വലിയ പഠനമില്ലാതെ എല്ലാവരും കൈയടിക്കുന്നു, എല്ലാവരും പാടുന്നു, അവിടെ പോയി ഇങ്ങനെ കൈയടിച്ചു പാടി അങ്ങ് പോകാം എന്നതിനപ്പുറത്ത് കർത്താവിന് ആവശ്യം രക്ഷപ്പെടാൻ വരുന്നവരെ അല്ല കുഞ്ഞെ, രക്ഷിക്കപ്പെട്ടവരെ. ആ വാക്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നാലെ ഞാൻ പറയാം. 3 ചിന്തകൾ അങ്ങനെ ഞാൻ തൊട്ടുവിടുക. 4ാമത്തെ ചിന്ത സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇവിടെയാണ് എൻ്റെ ചിന്താ വിഷയം. ഏതാണ് ഈ സഭ? ഏതാണ് ഈ സഭ? ഇന്ന് സഭയ്ക്ക് ഒരു കുറവില്ല. എവിടെ നോക്കിയാലും പള്ളിയാണ് അല്ലേ? അവിടെ ഒരു പള്ളി, ഇവിടെ ഒരു പള്ളി, അപ്പുറത്തൊരു പള്ളി, ഇപ്പുറത്തൊരു പള്ളി, അവിടെ CS, ഇവിടെ മർത്തോമ, അപ്പുറത്ത് സാൽവേഷൻ, ഇപ്പുറത്തെ സെവന്ത് ഡേ, അവിടെ ലൂതറൻ, അവിടെ കത്തോലിക്കൻ, ഇങ്ങനെ അവിടെ ഇവിടങ്ങളിലൊക്കെ സഭയാണ്. ഒരു വീട്ടിൽ തന്നെ അമ്മ മർത്തോമയിലും അപ്പൻ യാക്കോവയിലും വേറൊരാൾ സെവന്ത് ഡേയിലും വേറൊരാൾ ലൂതറിലും ഒരാൾ CS, ഇങ്ങനെ ഒരു 5 പേരുണ്ട്. 5 പേരും 5 പള്ളിയിൽ പോകുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ പള്ളി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും പള്ളികളുണ്ട്. അവരെല്ലാവരും അവകാശപ്പെടുന്നത് ഞങ്ങളുടെ പള്ളിയാണ് ശരി എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെ അവകാശപ്പെടാൻ ജനാധിപത്യ രാഷ്ട്രത്തിൽ എല്ലാവർക്കും അധികാരമുണ്ട്. നമുക്ക് എതിർക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്ന വചനചിന്ത ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിന് ഭൂമിയിൽ സഭയുണ്ടോ? ഉണ്ടെങ്കിൽ ഈ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി ചേർത്തുകൊണ്ടിരുന്ന സഭ അതേതാണ് ആ സഭ എന്നുള്ളതാണ് ഇന്ന് രാത്രിയിലെ സമയപരിധിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദേവാസ എന്നോട് പറഞ്ഞു 10 മണി വരെ പ്രസംഗിച്ചാലും കുഴപ്പമില്ല, ഇവിടെ എല്ലാവരും അടുത്തടുത്ത് പോകേണ്ടവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 10 മണി വരെ പ്രസംഗിക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം എനിക്ക് ഏറ്റവും ദൂരെ പോകേണ്ട ആളാണ്. അതുകൊണ്ട് ഞാൻ 10 മണി വരെ പ്രസംഗിക്കൂല. പരമാവധി ഒരു നിശ്ചിത സമയം നമുക്കുണ്ട്. ആ സമയത്ത് നിർത്താം, നിങ്ങളെ വിടാം, സമാധാനത്തോടിരിക്കുക. തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ സഭ. നമുക്കൊരു സംഘടനകളോടും അമിതമായ സ്നേഹമൊന്നും ഇല്ല, ഉണ്ടാകേണ്ട കാര്യവും ഇല്ല. കാരണം ഒരു സംഘടനകളും ഒരു പള്ളിക്കാരും ആരെയും സ്വർഗത്ത് കൊണ്ടുപോകത്തില്ല. അതിന് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇത്തരം ആളുകളോട് വലിയ ഇഷ്ടമൊന്നും
ഇല്ല. ഇപ്പോഴും ഇവിടെ ആർക്കാ ഇഷ്ടം നമ്മളെ? ഇപ്പോഴും നമ്മളെ ആളുകൾക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല. അന്യഗ്രഹ ജീവികളെ കാണുന്ന പോലെയല്ലേ പെന്തിക്കോസുകാരെ ജനം നോക്കുന്നു. ഏതാണ്ട് ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്ന പോലെയൊക്കെ. അപ്പോൾ പണ്ട് എനിക്കും ഇത്തരം ആളുകളോട് വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ കൂട്ടുകാര് പലപ്പോഴും പറയും, എടാ വരുന്നെന്ന് ചോദിക്കും. എവിടാന്ന് ചോദിക്കും. ആ ഒരു കോമഡി കാണാനാണ്. എവിടെ കോമഡി? അല്ല, അവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്, ചിരിക്കാൻ വകയുണ്ടെന്ന് പറയും. അങ്ങനെ വിളിച്ചോണ്ട് പോകും. എന്തിനാണെന്നറിയാമോ? ആ കുറച്ച് പേര് മൂടിട്ടിടിക്കുന്ന കാണാമെന്ന് പറയും. അപ്പം നമ്മൾ മൂടിട്ടിടിക്കുന്ന ആന്നേ. അപ്പോൾ ചിലപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ഉപവാസ പ്രാർത്ഥന നടക്കുന്ന പള്ളിയുടെ അടുത്തോട്ട് അയ്യന്മാർ കൊണ്ടുവന്ന് എന്നിട്ട് ജനലിൽ കൂടെ നോക്കാൻ പറയും. എന്നല്ല പെണ്ണുങ്ങളെല്ലാം കൂട്ടി ഇങ്ങനെ അന്യഭാഷ പറഞ്ഞ് നിലത്തിട്ടിടിക്കുന്ന കണ്ടോണ്ട് ഈ മൂടിട്ടിടിക്കുന്നു എന്ന് പറഞ്ഞ് പുറത്ത് നിന്ന് പലവട്ടം കളിയാക്കി ചിരിച്ചിട്ടുണ്ട് കേട്ടോ, പരിഹസിച്ച് ചിരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പൊൻവിളയിൽ നിന്നുകൊണ്ട് പറയാം, കഴിഞ്ഞ 20 വർഷമായി ഈ പുസ്തകം ചുമക്കുവാൻ ദൈവം എനിക്ക് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലെയും പ്രസംഗിക്കാൻ പോയടത്തും പറഞ്ഞ കാര്യമാണ്, ചിലരെങ്കിലും ഇതിനെ എതിർക്കണം, എന്നാലേ നാളെ അവനിത് ചുമക്കത്തുള്ളൂ. സോദരം, കോട്ടയത്ത് ഷിബു മാലം എന്ന് പറയുന്ന ഒരു പ്രസംഗകനുണ്ട്. ഒരു കാലത്ത് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഒത്തിരി പ്രസംഗിച്ച പുള്ളി മിമിക്രിക്കാരനായിരുന്നു. സ്റ്റേജിൽ കയറി പെന്തിക്കോസുകാരുടെ അന്യഭാഷ കളിയാക്കാൻ വാ തുറന്നപ്പം തമ്പുരാൻ തൊണ്ട അങ്ങ് അടച്ചു, പിന്നെ പറയാൻ പറ്റിയില്ല. അങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ ഇന്ന് സുവിശേഷ പ്രസംഗകനായി. പുള്ളി എല്ലാവരും ഓർക്കുന്ന ഒരു സംഭവം ഉണ്ട്, അത് പറയാം. ഒരു ദിവസം കോട്ടയത്തിൻ്റെ ഒരു ഭാഗത്തൊരു പരസ്യോഗം നടത്താൻ ജംഗ്ഷനിൽ ചെന്ന് നിന്നപ്പോൾ ആ ജംഗ്ഷനിലെ പരസ്യോഗം ഇഷ്ടപ്പെടാത്ത കുറച്ച് അണ്ണന്മാരുണ്ട്. അത് എല്ലായിടത്തും കാണും അങ്ങനെ കുറച്ച് അണ്ണന്മാർ. ഈ അണ്ണന്മാർ പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കാൻ പറ്റത്തില്ല, എടുത്തുകൊണ്ട് പോടാന്നൊക്കെ പറഞ്ഞ് ഈ കോളാമ്പി, പണ്ടത്തെ ചെറിയ കോളാമ്പിയും പിടിച്ചുകൊണ്ട് പുള്ളി ഓടിച്ചു. ഇച്ചിരി കഴിഞ്ഞ് പുള്ളി അങ്ങ് പോയി. ഇച്ചിരി കഴിഞ്ഞപ്പം ഈ അണ്ണന്മാർ ഈ പരസ്യോഗത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു കോളാമ്പി കൂടെ. ഇവൻ പിന്നെയും വന്നോന്നും പറഞ്ഞ് അണ്ണന്മാരെല്ലാം കൂടെ വന്ന് നോക്കിയപ്പം പുള്ളി ആനപ്പുറത്തിരുന്ന് ഒരാനക്കാരനെ കണ്ട് ചില്ലറ കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ ആനപ്പുറത്തൊന്ന് എന്നിട്ട് അതിൻ്റെ മേലെ കയറി എന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ പോവാ വാടാന്ന് പറഞ്ഞു. ആനയുടെ അടുത്തോട്ട് ആരെങ്കിലും ചെല്ലും. അപ്പം എന്ന് പറഞ്ഞ പോലെ ഒരു കാലത്ത് ഇതിനെയൊക്കെ കളിയാക്കിയും പരിഹസിച്ചും ഒക്കെ നടന്നവരാ നമ്മൾ. എന്നാൽ ഇന്ന് ഈ സത്യം തിരിച്ചറിയാൻ ദൈവം ഭാഗ്യം നൽകി. കഴിഞ്ഞ 20 വർഷമായി ഞാനും എൻ്റെ ഉമ്മയും 2 സഹോദരിമാരും ഭാര്യയും കുഞ്ഞുങ്ങളും അടക്കം എല്ലാവർക്കും ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാകുവാൻ ദൈവം ഭാഗ്യം തന്നു. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുപോലുള്ള സന്ധ്യാസമയങ്ങളിൽ കൂട്ടുകാരുമായി ഷെയറിട്ട് കുപ്പിയെടുത്തടിച്ച് ആളില്ലാതെ പണി നടക്കുന്ന വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി ഗാനമേള, അന്ന് അമ്പലപ്പറമ്പിൽ ഗാനമേളയ്ക്ക് പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ഈ പാട്ടിനോട് ഇച്ചിരി ഭ്രാന്ത് എനിക്കുമുണ്ട്. അതുകൊണ്ട് അന്ന് ഇങ്ങനെ ഉത്സവപ്പറമ്പിൽ പാടി നടക്കുന്ന കാലമാണ്. കൂട്ടുകാരുമായി കുപ്പിയെടുത്ത് വെച്ച് പൊറോട്ടയും ഇറച്ചിയും ഒക്കെ എടുത്തു വെച്ച് ആളില്ലാതെ പണി നടക്കുന്ന വീട്ടിൻ്റെ ഒക്കെ ടെറസിൻ്റെ മേളിൽ സന്ധ്യയ്ക്ക് വട്ടം കൂടിയിരുന്ന് പാട്ടും കൂത്തും ഗാനമേളയൊക്കെ നടത്തി. അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കും ഒക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പിൽ തല്ലുമൊക്കെ ഉണ്ടാക്കി നടന്ന ഒരു യൗവന കാലം പുറകിലുണ്ടായിരുന്നു. അന്ന് കവലയിൽ കോളാമ്പിയും പിടിച്ച് മീശം പിടിച്ച് നിൽക്കുന്ന ഉപദേശിമാരെയൊക്കെ കണ്ടാൽ ഇവൻ്റെ ചെവിക്കലിനിട്ടൊന്ന് കൊടുത്താൽ എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് പൊൻപിളയെ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നെങ്കിൽ വിഷമിക്കരുത്, മാറും. എനിക്ക് മാറിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് മാറും, സത്യമായിട്ടും മാറും. അങ്ങനെ നടന്നൊരു കാലഘട്ടമാണ്. എന്നാൽ ഇന്ന് ഞാൻ പലയിടത്തും ജംഗ്ഷനിൽ പ്രസംഗിക്കാനൊക്കെ നിൽക്കുമ്പോൾ മീശ പോലും കുരുക്കാത്ത ഈ നെത്തോലി പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഇവിടെ മസിലൊക്കെ പെരുപ്പിച്ച് ഇങ്ങോട്ട് ഇവിടെ നിർത്തണോ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പറയാം, എന്നാ മോനെ ഇവിടെ പ്രസംഗിക്കണ്ട, വേണ്ടേ? വേണ്ട വേണ്ട, എന്നാ ഞങ്ങൾ പോവാന്ന് പറയും. അങ്ങോട്ട് പോകാൻ നേരം ഇവൻ്റെ ഒരു ചിരിയൊക്കെ ഉണ്ട്, അവൻ്റെ സന്തോഷം, അവൻ്റെ മസിൽ കണ്ടിട്ട് പേടിച്ച് പോയെന്ന്. ഇവനെ കാലെ വാരി ഭിത്തിയിലോട്ട് ഒറ്റ അടി അടിക്കാൻ ആർജവും ഇല്ലാഞ്ഞിട്ടോ അതിനൊക്കാഞ്ഞിട്ടോ ഒന്നും അല്ല ഈ പോന്നെ. പലർക്കും അറിയത്തില്ല, അത് ഒക്കാഞ്ഞിട്ടല്ല, ഈ പുസ്തകം അതിന് അനുവദിക്കുന്നില്ല. പത്രോസേ, വാൾ ഉറയിലിട, വാളെടുക്കുന്നവനെല്ലാം
വാളാൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ സന്ദേശം ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്നിടത്തോളം പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് സമൂഹത്തിനൊരു ദോഷമില്ല. അവനൊരു സൈഡിൽ കൂടെ പൊക്കോട്ടെ, ഉപദ്രവിക്കണ്ട. ആമേൻ. അങ്ങനെ ജീവിച്ചൊരു പശ്ചാത്തലത്തിൽ നിന്നും 2002 ജീവിക്കുന്ന ദൈവമായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുവാൻ എൻ്റെ ജീവിതത്തിൽ അവസരമുണ്ടായത്. യേശുവിനെ അറിഞ്ഞ ആദ്യകാലം ഇങ്ങനെയൊന്നും ആരും പോവില്ല, എന്തൊക്കെയോ അബദ്ധം പറ്റി പോയതാണെന്നൊക്കെ എൻ്റെ ബാപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ കുടുംബക്കാരിങ്ങനെ പറയാൻ തുടങ്ങി. ഒടുവിൽ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയവര് പെന്തിക്കോസിൽ തുള്ളാൻ പോയെങ്കിൽ തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്ക് വരും എന്ന് പറഞ്ഞു. പ്രിയരെ, ന്യായമായ കാര്യങ്ങൾക്ക് മറുപടി പറയുന്ന ശീലം അന്നും എനിക്കുണ്ട്, ഇന്നുമുണ്ട്. ന്യായം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ പോടാന്ന് പറയാനുള്ള ആംബിയറൊക്കെ ഇപ്പോഴും ഉണ്ട്. അന്ന് തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്ക് വരുമെന്ന് എൻ്റെ ബാപ്പയുടെ ഉമ്മയുടെയും കുടുംബക്കാര് എന്നെ നോക്കി പറഞ്ഞപ്പോൾ അന്ന് ഞാനും തിരിച്ചൊരു വാചകം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നിങ്ങളുടെ അടുക്ക വരാൻ ഞാൻ സേവിക്കുന്ന യേശു തെണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് 2002 ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ഇറങ്ങിയതാ. അഭിമാനത്തോടെ പൊൻവിളയോട് പറയാം, ഇന്ന് വരെ തെണ്ടിപ്പോകാൻ ഈ ദൈവം അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ 2002 വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി ദൈവത്തെ ആരാധിപ്പാൻ ആലയത്തിൽ കടന്നുപോയ സമയങ്ങളിൽ നിരവധിയായ ചോദ്യങ്ങൾ മുന്നിലേക്ക് വരാൻ തുടങ്ങി. ഒത്തിരി ചോദ്യങ്ങൾ, ഒത്തിരി തിയോളജികൾ, ഒത്തിരി സംശയങ്ങൾ പലരും ചോദിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടിങ്ങനെ പോയി, ഇത് ശരിയാണോ, ഇത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നവരോട് ഉത്തരം പറയണമെങ്കിൽ പഠനം വേണം. നിങ്ങളോട് ഒരാളൊരു സംശയം ചോദിച്ചാൽ പാസ്റ്ററോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയുന്ന കാലം കഴിഞ്ഞു. എല്ലാവരും ദൈവവചനം പഠിച്ചിരിക്കണം, മറുപടി പറയാൻ കഴിയണം. 20 വർഷങ്ങൾക്ക് മുമ്പ് മറുപടി പറയാൻ പഠിക്കേണ്ടതിന് ഞാൻ കൊല്ലത്ത് നിന്ന് അന്ന് തിരുവനന്തപുരത്ത് വന്നു. നമ്മുടെ ഭീമാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. എന്തിനാ വന്നത്? അവിടെ വന്ന് ഒരു മലയാള ഖുർആൻ വാങ്ങാനാണ് വന്നത്. ഞാൻ പണ്ട് മദ്രസയിൽ പഠിച്ചത് അറബിയാ. അതിൻ്റെ ഒന്നും എല്ലാത്തിൻ്റെയും അർത്ഥം എനിക്ക് അന്ന് അറിയത്തില്ല, കുഞ്ഞല്ലേ, മദ്രസയിൽ പഠിക്കുന്ന കാലം. എന്നാൽ ബൈബിൾ അറിഞ്ഞപ്പോൾ ഇതൊന്ന് പഠിക്കണമെന്ന് തോന്നി വന്ന് മലയാള പരിഭാഷ മേടിച്ചു. മലയാളം പരിഭാഷയിൽ അതും കയ്യിൽ ലഭിച്ച ബൈബിളും തമ്മിൽ തുറന്നു വെച്ച് കമ്പാരിസൺ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി പൊൻവിളയോട് അഭിമാനത്തോടെ പറയാം, പഠിക്കുന്തോറും ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ എനിക്ക് അഭിമാനം തോന്നിയെന്ന് ഇന്ന് രാത്രി പരസ്യമായി പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ആ പഠനത്തിൽ നിന്നാണ് ദൈവസഭ എന്താണ് എന്ന് മനസ്സിലാക്കുവാനിടയായത്. ആ മനസ്സിലായ യാഥാർത്ഥ്യങ്ങളാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ മുമ്പിൽ വചനത്തിൻ്റെ തെളിവിൽ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ബൈബിൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യങ്ങൾ: ഒന്ന്, ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞും കൊണ്ട് ആരംഭിക്കുന്ന വിശുദ്ധ ബൈബിൾ ലോകം എങ്ങനെ അവസാനിക്കുമെന്ന് മനോഹരമായി പറഞ്ഞു തന്നിട്ട് അവസാനിക്കുന്ന പൂർണ്ണതയുള്ള ഒരു ഗ്രന്ഥമാണ്. വാലും തലയില്ലാത്തൊരു ഗ്രന്ഥം അല്ല ബൈബിൾ, പൂർണ്ണതയുള്ള ഒരു ഗ്രന്ഥം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ആരംഭം കുറിക്കുന്നു. ശേഷം ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ഭഗവാൻ എന്നിങ്ങനെ മനുഷ്യൻ വിവിധ നാമകരണങ്ങളിൽ സംബോധന ചെയ്യുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ കണ്ടു. പടച്ചവൻ എന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പടച്ചവൻ എന്ന വാക്കിൻ്റെ അർത്ഥം പടച്ചുണ്ടാക്കിയവൻ എന്നേ ഉള്ളൂ. ഈശ്വരൻ എന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചവൻ എന്നേ ഉള്ളൂ. സൃഷ്ടാവ് എന്നർത്ഥം വരുന്ന ഒരു പദം മാത്രമേ ഉള്ളൂ. എന്നാൽ സകലത്തെയും പടച്ച, സകലത്തെയും സൃഷ്ടിച്ച, സകലത്തെയും ഉണ്ടാക്കിയ ഈ ദൈവത്തിന് ഒരു പേരുണ്ട്, ഒരു നാമമുണ്ട്.
ഞാൻ നടന്നു പോകുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, പാസ്റ്റർ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ മറുപടി പറയും, എനിക്കൊരു കൺവെൻഷൻ ഉണ്ട്, ഞാൻ പോവുകയാണ്. പക്ഷേ നിങ്ങളൊരു നിമിഷം ചിന്തിച്ച്, എൻ്റെ പേര് പാസ്റ്റർ എന്നാണോ? അല്ല, എൻ്റെ പേര് ഷമീർ എന്നാണ്. പക്ഷെ പാസ്റ്റർ എന്ന് വിളിച്ചാലും ഞാൻ വിളി കേൾക്കുന്നു, മറുപടി പറയുന്നു. കാരണം അതെൻ്റെ ഒഫീഷ്യലായിട്ടുള്ള എൻ്റെ ഡെസിഗ്നേഷനാണ് പാസ്റ്റർ എന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ പേരതല്ല എന്നതുപോലെ ദൈവം എന്നുള്ളത്, പടച്ചവൻ എന്നുള്ളത്, സൃഷ്ടാവെന്നുള്ളത്, ഈശ്വരൻ എന്നുള്ളത്, ദൈവമേ എന്നുള്ളത് പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവത്തിൻ്റെ പേരല്ല. എന്നാൽ ദൈവമേ എന്ന് വിളിച്ചാലും ദൈവം കേൾക്കും. പക്ഷെ ആ ദൈവത്തിനൊരു പേരുണ്ട് എന്ന് പുസ്തകത്തിൽ കണ്ടു. ആ പേര് യഹോവ എന്നാകുന്നു, സൃഷ്ടാവിൻ്റെ പേര്. യാഹ്വേ, യഹോവയായ ദൈവം ചരാചരങ്ങൾ, ഇഴജാതി, മൃഗജാതി, കന്നുകാലി എല്ലാം അടുക്കടുക്കായി സൃഷ്ടിച്ച അനന്തരം 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതായി വിശുദ്ധ ബൈബിളിൽ കണ്ടു. അന്നാണ് മനസ്സിലായത്, സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർമാർ പഠിപ്പിച്ചത് മനുഷ്യൻ കുരങ്ങിൽ നിന്നാണെന്നായിരുന്നു. എന്നാൽ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായി, കുരങ്ങിന്നല്ല, ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യൻ. നമ്മളിതൊക്കെ പറഞ്ഞു കൊടുത്താലും ചില അണ്ണന്മാർ പറയും, ഓ അതൊക്കെ ചുമ്മാ പറയുന്ന, മനുഷ്യൻ എവിടുന്നാണ്? കുരങ്ങിന്നാണ്, കുരങ്ങിന്നാണ്, കുരങ്ങിന്നാണ്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഇപ്പോഴും കിടപ്പുണ്ടല്ലോ കുറേ കുരങ്ങന്മാർ. എന്താ ആഴ്ച ഓരോ മനുഷ്യൻ ഇറങ്ങി വരാത്ത എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ലെങ്കിലും പിന്നെയും പറയും, അതെന്തൊക്കെയാന്ന് പറഞ്ഞാലും കുരങ്ങിന്ന. ആയിക്കോട്ടെ, എൻ്റെ വല്യപ്പച്ചൻ കുരങ്ങനാന്ന് ഒരുത്തൻ പറഞ്ഞാൽ പിന്നെ അവനോട് തർക്കിക്കണ്ട. അവൻ്റെ വല്യപ്പൻ കുരങ്ങനോ മുത്തച്ഛൻ കുരങ്ങനോ ചിമ്പാൻസി എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കതിന് വണക്കമൊന്നുമില്ലല്ലോ. ഏതായാലും നമ്മുടേതല്ല. അപ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് തൊട്ടു മുൻപ് ദൈവം സൃഷ്ടിച്ചതായി ഞാൻ കണ്ട ചില കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കണം. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം എന്നിവയെല്ലാം ദൈവം സൃഷ്ടിച്ചു. എൻ്റെ ചോദ്യം നിങ്ങളോട്, അപ്പോൾ ഇവിടെ ആരില്ല? പറഞ്ഞേ, മനുഷ്യൻ ഇല്ല. ഇനിയിപ്പം ഞാൻ ഈ പറയുന്നതിനോട് പൊൻവിളയിൽ ആർക്കെങ്കിലും എതിർവാദം ഉണ്ടെങ്കിൽ അവർക്ക് പറയാം, നിങ്ങളുടെ പുസ്തകത്തിലല്ലേ മനുഷ്യനില്ലാത്ത? അതിന് 6 മാസം മുമ്പേ ഞങ്ങളുടെ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചായിരുന്നു. അങ്ങേരുടെ പേര് പറ, ബാ മൈക്ക് തരാം. നമുക്ക് പിണക്കമില്ലല്ലോ. ഇല്ല. അതിന് ഉലകത്തിലുള്ള ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനോടും ആദ്യത്തെ മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ 2 പേരാ പറയുന്നത്, ആദം, ഔവ. അത് പറഞ്ഞത് ബൈബിളാണ്. ബൈബിള് പറഞ്ഞൊരു 600-610 വർഷം കഴിഞ്ഞാണ് ഖുറാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അത് ഇട്ടേച്ച് ഇതെടുത്തത്. മനസ്സിലായോ? ഇനി ഇതിന് 6 മാസം മുമ്പേ വേറൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ അത് നമുക്ക് സംസാരിക്കാവുന്ന കാര്യം ഉള്ളൂ. ഇന്ന് വരെ ആരും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ കൊണ്ടുവരുന്ന ഏതാ? ചരിത്ര പുസ്തകങ്ങളല്ല, പിന്നെ കഥകളും കൊണ്ട്. കഥയൊന്നും ഇവിടെ വേണ്ട. കഥ എന്തെല്ലാം പണ്ട് ചോറുണ്ണാൻ വേണ്ടി എൻ്റെ ഉമ്മ എന്നോട് പറയും, അപ്പൂപ്പനും അമ്മുമ്മയും ഉണ്ടായിരുന്നു, ദോശ തിന്നാൻ ആശ, കാട്ടിൽ പോയി പുലിയെ കണ്ട് പേടിച്ചു, ചാരത്തി വന്ന് ഒളിച്ചിരുന്നു. ബാക്കി പറയാൻ നോക്കുകയില്ല, പുറത്ത് കേൾക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ കഥകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ 2023 ഞാൻ ചോദിക്കുക, അമ്മ ഇനി ആ കഥ പറയണ്ട, ആ അപ്പൂപ്പനും അമ്മ ഏത് കാട്ടിലായിരുന്നു? പാലോട് വനത്തിലാണോ, മടത്തറ വനത്തിലാണോ, അതോ എരുമേലിയാണോ? പറഞ്ഞിനി ബാക്കി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അമ്മമാരിച്ചിരി വിഷമിക്കും. കാരണം വർഷങ്ങളായി കേൾക്കുന്ന കഥയാ. പക്ഷെ കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്ന് ഉലകത്തിലെങ്ങും യാതൊരു തെളിവുമില്ലാതെ കുട്ടൂസനും ഡാക്കിനിയും മായാവിയും ഡിങ്കനും പോലെ തുടരുമ്പോൾ ഇന്ന് രാത്രി യേശു ജനിച്ച് എവിടാന്ന് ചോദിച്ചാൽ അന്തസ്സായിട്ട് പറയും, ബത്ലഹേം എഫ്രാത്തയിലാണ്. ആമേൻ. ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പ് മീഖ എന്ന് പറയുന്ന പ്രവാചകന്റെ നാവിൽ കൂടെ വിളിച്ചു പറഞ്ഞു, ബത്ലഹേം എന്ന ഗ്രാമത്തിലെ എഫ്രാത്ത എന്ന് പറഞ്ഞ വില്ലേജിൽ ജനിക്കുമെന്ന്. ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം വരെ പ്രവചിച്ചിട്ട് ജനനം കൊണ്ട ഒരേ ഒരു വ്യക്തിത്വം ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തി മാത്രമാണ്. വിഷയത്തിൽ നിന്ന് മാറണ്ട, തിരിച്ചു വരാം. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് തൊട്ടു മുൻപ് ദൈവം സൃഷ്ടിച്ച ചിലതിനെ ഞാൻ കണ്ടു. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം. ചോദ്യം നിങ്ങളോട്, എന്താ ഈ കന്നുകാലി? എന്താ ഈ കന്നുകാലി? അറിയില്ല? ആട്, മാട്, പശു, പോത്തെരുമ, കന്നുകാലി. ഇഴജാതി എന്താ? പാമ്പ് വർഗത്തിൽപ്പെട്ടതെല്ലാം
ഇഴജാതി. കാട്ടുമൃഗം എന്നാ? കാട്ടി കിടക്കുന്ന കാട്ടുപന്നി, കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുമുയലെല്ലാം കാട്ടുമൃഗം. ഇതിനെയൊക്കെ തമ്പുരാൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ഇവിടെ ആരില്ലെന്നാ പറഞ്ഞ്? മനുഷ്യനില്ല. മനുഷ്യനില്ലാത്തത് കൊണ്ട് കന്നുകാലി എന്തായിരുന്നു? മനുഷ്യരായിരുന്നു. എന്തായിരുന്നു? കന്നുകാലിയായിരുന്നു. ഇഴജാതി എന്തായിരുന്നു? ഇഴജാതി. കാട്ടുമൃഗോ? കാട്ടുമൃഗം. കാരണം ഇവിടെ ആരില്ല? മനുഷ്യനില്ല. അത് കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ആരെ സൃഷ്ടിച്ചു? മനുഷ്യൻ എന്ന് പറയുന്ന ഇരുകാലി ഇവിടെ വന്നു, അല്ലേ? ഇവൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ലതി ചിലതിനെ പിടിച്ച് ദൈവമാക്കി. അപ്പൊ പശു എന്തായി? അതല്ലേ ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ. അതെ, മറ്റു പലതിനെയും പിടിച്ച് മനുഷ്യൻ എന്താക്കി? സർവശക്തനായ ദൈവത്തിന് തുല്യനാക്കി. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ആമേൻ. ഒറ്റ വാചകം ഞാൻ നിങ്ങളോട് ചോദിക്കാം, വലിയ ഡിഗ്രി ഒന്നും വേണ്ട, ഒരു ചെറിയ വാചകം ചോദിക്കാം. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? അല്പം ഉറക്കെ പറയാമോ? ആര്? ദൈവം. മിടുക്കൻ. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ദൈവം. എന്നാൽ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുക. 2023 പൊൻപിളയോട് ചോദിക്കുക, മനുഷ്യനെ സൃഷ്ടിച്ചത് ആര് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞേ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്നത് ആര്? അതാ പ്രശ്നം. ഏതിനെ വേണം? എങ്ങനെ വേണം? ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ? കളറ് വേണോ? ലിപ്സ്റ്റിക് ഇടണോ അതോ ഇടാതെ? എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കി തരും? മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴത്തടി പോലെ കിടക്കുന്ന പീറം മനുഷ്യൻ പ്രപഞ്ചത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവത്തെ നിർമ്മിച്ചു തരുമെങ്കിൽ ദൈവത്തെക്കാൾ എത്രയോ വലുതാണ് ഇവിടുത്തെ ഇരുകാലി മനുഷ്യൻ. ആ മനുഷ്യനാണ് ഇവിടെ രക്ഷ നേടാൻ വേണ്ടി നരബലി നടത്താൻ വരെ തയ്യാറായത്. എന്തൊരു ഗതികേട്! അതുകൊണ്ട് ഇന്ന് രാത്രി വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിക്കൂ. സൃഷ്ടാവായ ദൈവം ഏദൻ പൂങ്കാവനത്തിൽ അതാ മനുഷ്യനെ സൃഷ്ടിച്ചു. ആദം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. എന്നിട്ട് പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം പറഞ്ഞു, മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ല, ശരിയല്ല, ഒറ്റയ്ക്ക് ജീവിച്ച പറ്റില്ല, അവന് നല്ലൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉലക ചരിത്രത്തിൽ ആദ്യമായി വിവാഹമെന്ന പവിത്രമായ ബന്ധം സ്ഥാപിച്ചത് ആരാ? ദൈവം. ആദ്യത്തെ കല്യാണം. ചോദിക്കട്ടെ, ചെക്കൻ്റെ പേരെന്നാ? ഉറക്കപ്പറ. ആദാം. പെണ്ണിന്റെ പേര്? നടത്തിയ ഓഡിറ്റോറിയം ഏദൻ. നടത്തിയ പാസ്റ്റർ ദൈവം, അല്ലേ? മനോഹരമായൊരു കല്യാണം. അപ്പൊ ചില ആളുകൾക്കൊരു ചിന്തയുണ്ട്, ഈ ചെറുക്കൻ എങ്ങനെ ഈ പെണ്ണിനെ കെട്ടിയത്? അങ്ങനെ ഒരു ചിന്തയുണ്ട്. ആ ചിന്ത ഇന്ന് മാറണം. എങ്ങനെ കെട്ടിയത് പറയാം. ഈ ആദാം നോക്കിയപ്പോൾ അവിടെ ഒരു കാട്ടുമരത്തിന്റെ വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ഉടനെ ആദാം പാഞ്ഞ് പറന്ന് ഡിങ്കനെ പോലെ പറന്ന് ചെന്ന് ഈ വള്ളി അങ്ങോട്ടെടുത്ത് പൊട്ടിച്ചു കൊണ്ടുവന്ന് ഇവളെ കഴുത്തേലോട്ടിട്ട് ഒറ്റ മുറുക്ക്. ഇത് കണ്ട ദൈവം അപ്പുറത്തോട്ട് മാറിയെന്ന് 4 കൂവലും. അങ്ങനെ കാണാൻ മുറുക്കിയോ? പറ, ഉറക്കെ പറ. അങ്ങനൊന്നും മുറുക്കിയില്ല. അതാ പെന്തക്കോസുകാരും മുറുക്കാത്തെ. മനസ്സിലായോ? ഇനി ആരും സംശയം ചോദിച്ചുകൊണ്ട് വരല്ല എന്നാ മുറുക്കാത്തത്. കാര്യം ഈ തിരുവനന്തപുരത്ത് കല്യാണം കൂടാൻ വന്നാൽ ഇതാ ഇന്നു മുതൽ ഇവർ ഭാര്യയും ഭർത്താവുമായി തീർന്നിരിക്കുന്നു എന്ന് പാസ്റ്റർ പറഞ്ഞു കഴിയുമ്പോൾ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന പലരും തമ്മിൽ ചോദിക്കും, കഴിഞ്ഞ? തീർന്ന? പെണ്ണും ചെറുക്കനും ആയ? അയ്യോ ഒന്നും കെട്ടിയില്ലല്ലേ? ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആരും സംശയം കൊണ്ട് നടക്കണ്ട. അങ്ങനെ ഒന്നുകൊണ്ടും മുറുക്കിയല്ല ദൈവം യോജിപ്പിച്ചത്. അതുകൊണ്ട് ഈ ദൈവമല്ല ഈ മുറുക്ക് കണ്ടുപിടിച്ചത്. പിന്നെ ആരാ? മനുഷ്യനാ. അവൻ ഉണ്ടാക്കിയതായി മുറുക്ക്. എന്തിനെന്നറിയാമോ? അവന് തോന്നുമ്പം ഇത് പൊട്ടിച്ചിട്ട് അടുത്ത മുറുക്കാൻ. അപ്പൊ ഇങ്ങനെ ഓടി നടന്ന് മുറുക്കാൻ വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ചൊരു പരിപാടിയെ മുറുക്കാൻ. എന്നാ ദൈവം യോജിപ്പിച്ചത് എങ്ങനെന്നറിയാമോ? മഹാദൈവം സാക്ഷിയായി ആദം ഹവ്വയോടൊരു ഉടമ്പടി ചെയ്തു. എന്താണ്? ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എൻ്റെ മാംസത്തിൽ നിന്ന് മാംസം. ആ ഉടമ്പടിക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു രഹസ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ഭൂമിയിൽ ഒരു ജീവിതം ഇല്ല. ഉണ്ടോ?
ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസം ഒട്ടും ഇല്ലെന്നിരിക്കട്ടെ. പിള്ളേരെന്നെ എടുത്ത് ലാബിൽ കൊണ്ട് തൂക്കിയിടത്തില്ലേ പഠിക്കാൻ? ആ, എന്നാൽ മാംസമുണ്ട്, അസ്ഥിയില്ലെന്നിരിക്കട്ടെ, ഇങ്ങനെ നിൽക്കുമോ? ഓ ഇല്ല. പിന്നെന്ത് ചെയ്യും? ആണ്ട മൈദാമാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കും. അപ്പം അസ്ഥിയും മാംസവും ഉണ്ടെങ്കിൽ ഇങ്ങനെ നിവർന്നു നിന്ന് പ്രസംഗിക്കാൻ പറ്റൂ, ശരിയല്ലേ? ശരിയാ. എന്നാൽ ശ്രദ്ധിച്ച്, എൻ്റെ അസ്ഥിയും എൻ്റെ മാംസവും തമ്മിൽ വേർപെടുന്ന ഒരു ദിവസം ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. എന്നാ അത് പറഞ്ഞേ? നിങ്ങൾക്ക് പേടിയാ? പറ. ഞാൻ പെട്ടി കയറുമ്പോൾ അതിനാ നിങ്ങളാരും ഇരിപ്പ് കണ്ടാത്തോ? നിങ്ങളാരും കയറത്തില്ലെന്ന്. കയറത്തില്ലേ? എല്ലാവർക്കും ഒരു പെട്ടിയുണ്ട്. ആമേൻ. എല്ലാവർക്കും ഒരു പെട്ടിയുണ്ട്. എത്ര മസിൽ പിടിച്ച് നടക്കുന്നവനും ഒരു ദിവസം എന്ത് ചെയ്യും? പെട്ടി കയറുമെന്നൊരു ബോധം മനുഷ്യർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ നാശമൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല. ചിലരുടെയൊക്കെ മസിൽ കണ്ട ഇവൻ ആയുസ് ഈ പെട്ടിയിൽ കയറത്തില്ലെന്ന് തോന്നി. ഇവിടെ ഒന്നും പറയാനൊക്കാത്ത കാലം. പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു, 70-75 ആയി, വിസ വരാറായി, ഒരുങ്ങിക്കോ എന്നൊക്കെ പറയും. ഇപ്പോൾ അങ്ങനൊന്നും ഇല്ല. ഇപ്പം എപ്പോൾ വേണമെങ്കിലും പോകാം, പ്രായപരിധി ഒന്നും ഇപ്പോൾ ഇല്ല. കൊച്ചു കുഞ്ഞു മുതൽ വലുത് വരെ ഏത് സമയത്തും പെട്ടി കയറാം. അതുകൊണ്ട് വലിയ വിളച്ചിലൊന്നും എടുക്കാതെ ജീവിച്ചാൽ നല്ലത്. ആമേ. അപ്പോ അസ്ഥിയും മാംസവും തമ്മിൽ വേർപെടുന്നൊരു ദിവസം ഉണ്ട്, മരണം. മരിച്ച് കുഴിയിലടക്കം ചെയ്യുമ്പോൾ അസ്ഥിയും മാംസവും വേർപെട്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് പോലെ മരണത്താലല്ലാതെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാൻ കഴിയാത്ത പവിത്ര ബന്ധമാണ് സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ച വിവാഹം. മനസ്സിലായോ? അല്ലാതെ ബന്ധുക്കളും സ്വന്തക്കാരും കുഞ്ഞമ്മയൊക്കെ പറയുന്ന പോലെ അടിച്ച് കളയടി അവനെ, അവനല്ലെങ്കിൽ അടുത്തവൻ എന്നൊക്കെ ഇവരെയൊക്കെ വെടിവെക്കാൻ നിയമം കൊണ്ടുവരണം. അങ്ങനെയൊന്നും അടിച്ചു കളയാൻ പറ്റുന്ന ബന്ധമല്ല കുടുംബജീവിതം. മനസ്സിലായോ? കുഞ്ഞുകളിയൊന്നുമല്ല. അനേക കുടുംബ ബന്ധങ്ങൾ തകരുന്നത് കുടുംബത്തിലൊരു വിഷയമുണ്ടായാൽ ഒന്ന് പറഞ്ഞ് പരിഹരിച്ച് ആ കുഞ്ഞുങ്ങൾ അനാഥരായി പോകാതെ അവരെ സംരക്ഷിക്കേണ്ടതിന് പകരം അടിച്ച് കളയടി എന്ന് പറയാൻ നടക്കുന്ന ആളുകളാണ് അനേക കുടുംബങ്ങൾ തകരാൻ കാരണം. ദൈവവചനം പഠിക്കുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കറിയാം, മരണത്താൽ അല്ലാതെ വേർപിരിക്കാൻ കഴിയാത്ത ബന്ധമാണ് കുടുംബജീവിതം. ഇത് കല്യാണമല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുക. കല്യാണം ആയിരുന്നു ഇച്ചിലൂടെ പറയാണ്. ഇത് കൺവെൻഷനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അവിടെ ആ ഭാഗം വിടുക. അങ്ങനെയാ പല കുടുംബങ്ങൾ. ഈ പല കുടുംബങ്ങളും തകരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ആവശ്യമില്ലാത്ത ഇടപെടലുകളാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അത്യാവശ്യം സൗന്ദര്യപ്പണക്കമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. അതിൻ്റെ ഇടയ്ക്ക് കയറും ചില അങ്ങോട്ട്, നിനക്ക് ചുണയില്ലാത്തതുകൊണ്ട് ആടാന്ന് പറയുമ്പോൾ പിന്നെ അടിയായി ബഹളമായി. വല്ല കാര്യമുണ്ടോ ഇത് പറയേണ്ട? തള്ളയ്ക്ക് അവിടെ കാണാൻ ഇരുന്നാൽ പോരെ. അവർ തമ്മിൽ പിറ്റേ ദിവസം സന്തോഷത്തോടെ കാര്യങ്ങൾ നീക്കിക്കോളും. ഇത് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയുള്ള അനാവശ്യമായ ഇടപെടൽ. അതിന് ഒരു പരിധി വരെയുള്ള പ്രശ്നം എന്താണെന്ന് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനൊരു സത്യം പറയാം. അമ്മമാരെ അത് സത്യമാണെങ്കിൽ സമ്മതിക്കണേ. ഈ സ്വന്തം മകളെ, മോളെ മരുമോൻ നന്നായി നോക്കിയാൽ ഈ അമ്മ തൊഴിലുറപ്പിന് പോകുന്നിടത്തെല്ലാം പറഞ്ഞുകൊണ്ട് കിടക്കും, എൻ്റെ മോളെ അവൻ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നില്ലേ, എല്ലായിടത്തും പറയും അല്ലേ. അതേസമയം സ്വന്തം മോൻ മരുമോളെ അതുപോലെ കൊണ്ടു കിടന്ന എന്താ പറയുന്നത്? പെൺകോന്തനാന്ന് അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞേ? മോൻ മരുമോളെ നോക്കിക്കൂടാ, പക്ഷെ മോളെ കെട്ടിച്ചു വിട്ടെടുത്ത് എന്ത് ചെയ്യണം? പൊന്നുപോലെ അയ്യോ അവൻ കൈവെള്ള കൊണ്ട് കിടക്കുക, സ്വർണം പോലെ. സ്തോത്രം. അവ ഇങ്ങനെയുള്ള അനാവശ്യ ഇടപെടലുകളൊക്കെ മാറ്റിയാൽ പാവങ്ങൾ സമാധാനത്തോടെ ജീവിക്കും. പോട്ടെ, കല്യാണം അല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയം വിടുക. അപ്പൊ ആദം ഹവ്വ ദമ്പതികളെ തോട്ടത്തിൻ്റെ അകത്ത് ദൈവമാക്കി വെച്ചു. സന്തോഷത്തോടെ അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം. എന്നാൽ സൃഷ്ടാവായ ദൈവത്തിങ്കൽ നിന്നും സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത ഒരു കഥാപാത്രമുണ്ട്. ശുദ്ധ വേദപുസ്തകം വിളിക്കുന്നു ഇരുട്ടിൻ്റെ ആത്മാവ്, അഥവാ പിശാച്, ശൈത്താൻ, ഇബ്ലീസ്, സാത്താൻ എന്നൊക്കെ പലരും പല പേരുകളിൽ വിളിക്കുന്ന ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം, പിശാചെന്ന് പറഞ്ഞാൽ ചിലർ വിചാരിച്ചിരിക്കുന്നത് പണ്ട് ഒനിഡ TV-യുടെ പരസ്യത്തിൽ വരുന്ന മൊട്ടത്തലേനെ പോലെ കണ്ണം തള്ളി കൊമ്പും വെച്ച് പല്ലു ഉന്തി വരുമെന്നൊക്കെയാണ് പലരുടെ ചിന്ത. ആ ചിന്ത മാറണം. കാരണം വേദപുസ്തകം പിശാചിനെ കുറിച്ച് പറയുന്നത് അവനൊരു മാനുഷിക ശരീരമുള്ളവൻ അല്ല.
പകരം ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ്, ഇരുട്ടിൻ്റെ ആത്മാവ്, അങ്ങനെ എല്ലായിടത്തും ആത്മാവ് ചേർത്താണ് പറയുന്നത്. കാരണം ഇവനൊരു മാനുഷിക ശരീരമുള്ള വ്യക്തിയല്ല. പക്ഷേ ഇവൻ എന്നും പ്രവർത്തിക്കാൻ എന്തും വേണം, ഒരു ശരീരം വേണം. അതിപ്പോൾ മനുഷ്യനായാലും പുള്ളിക്ക് പിണക്കയില്ല, മൃഗമായാലും പിണക്കമില്ല. അതിന് തെളിവുണ്ടോ പാസ്റ്ററെ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഗദരദേശം എന്ന് പറഞ്ഞ ദേശത്ത് ഒരു മനുഷ്യൻ്റെ മേലാണ് ഇവൻ കയറിയതെങ്കിൽ യേശു വന്നിറങ്ങി പോടാന്ന് പറഞ്ഞപ്പോൾ ഇവൻ പോയി കയറിയത് പന്നിക്കൂട്ടത്തിൽ. അപ്പം മൃഗമായാലും കുഴപ്പമില്ല, മനുഷ്യനായാലും കുഴപ്പമില്ല, ഇവന് കയറാൻ ഒരു ബോഡി വേണം. അതുകൊണ്ടാണ് നമ്മൾ ചില സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരു കല്ലുപോലും എടുത്തെറിഞ്ഞിട്ടില്ലാത്ത പട്ടി നമ്മളെ കടിക്കാൻ വേണ്ടി പാഞ്ഞു വരും. ചിലപ്പോൾ അവൻ ഇതിനകത്ത് കയറിയിട്ട് വരുന്നതും ആകാം, നമുക്കറിയത്തില്ല. ഇന്ന് വരെ ഒരു ദോഷവും നമ്മൾ ആ പട്ടിക്ക് ചെയ്തിട്ടില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ കാണുമ്പോൾ ഈ പട്ടിക്ക് അങ്ങനെ എത്ര പട്ടികളുണ്ട് ഇല്ലേ? ഉണ്ടെന്ന് സത്യമായിട്ടും ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരാൻ കാരണം ഇവൻ അകത്ത് കയറുന്നതാണ്. അങ്ങനെ ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലക്കാരൻ. അപ്പോൾ ഒരു ജന്തു, ദൈവം സൃഷ്ടിച്ച ഒരു ജന്തു പാമ്പ്. ഈ പാമ്പിന്റെ ശരീരത്തെ ഇവൻ ഉപയോഗിക്കുക. അതിനകത്തുകൂടെ തോട്ടത്തിൽ നിൽക്കുന്ന ഔവാമ്മച്ചിയോട് കൊച്ചു വർത്താനം. ഇപ്പം ഞാൻ പെന്തക്കോസുകാർക്ക് വേണ്ടി ഒരു ദൂത് ഇപ്പം ഇതിനകത്തുനിന്ന് പറയും, കേട്ടോണം. ആ തോട്ടത്തിൽ നിൽക്കുന്ന ഔവാമ്മച്ചിയോട് വന്ന് കൊച്ചു വർത്താനം. ഓ എന്നാ ഉണ്ട് അമ്മച്ചി? ഓ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പാമ്പൻ ചേട്ടാ. സന്തോഷമാണോ? ഓ പിന്നെ ദൈവം എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷഫലം ഇത് തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോയെന്ന് ഔവാമ്മച്ചിയോടൊരു ചോദ്യം ഇയാൾ അങ്ങോട്ട് ഇട്ടുകൊടുത്തു. എൻ്റെ ചോദ്യം നിങ്ങളോട് ചോദിക്കുക, ഈ പാമ്പ് ഏത് ജന്തു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് ജന്തു എന്നാ? ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലക്കാരൻ അല്ലേ? പാമ്പ് കൗശലക്കാരൻ. അപ്പോൾ പാമ്പ് ഏത് ജന്തു? കാട്ടുജന്തു. പെണ്ണും ചെറുക്കനും എവിടെ? കാട്ടിലാണോ തോട്ടത്തിലാണോ? തോട്ടത്തിൽ. ഇപ്പം കാട്ടുജന്തു എവിടെ വന്നു? തോട്ടത്തിൽ വന്നു. കണ്ടോ? അപ്പം തോട്ടത്തിൽ വന്ന് ചോദ്യം ചോദിച്ചപ്പം ഈ അമ്മച്ചിക്ക് പറയാം, ഇവിടെ ദൈവം കഴിക്കണോ കഴിക്കണ്ടെന്ന് പറഞ്ഞൊക്കെ ഞങ്ങൾ ദൈവമായിട്ട് തീർത്തോളാം, ചേട്ടൻ കാട്ടിലെ കാര്യം നോക്കിയാൽ മതി, തോട്ടത്തിലെ കാര്യത്തോട്ട് ഇടപെടാൻ വരണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഈ വിപത്ത് നടക്കുമോ? ഇല്ല. അപ്പം ദൈവസഭയാകുന്ന തോട്ടത്തിൽ വേലി പൊളിഞ്ഞു കിടന്നാൽ സകല പാമ്പ് കുഞ്ഞുങ്ങളും തോട്ടത്തിൽ കയറും. തോട്ടത്തിൽ കയറാതിരിക്കണമെങ്കിൽ അവിടെ ഒരാളെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആരാ? ആദാം. എന്നിട്ട് അവനോട് പറഞ്ഞൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, തോട്ടത്തിൽ വേല ചെയ്യണം, 2 തോട്ടം കാക്കണം. അപ്പോൾ ഈ കാട്ടുജന്തു അമ്മച്ചിയോട് വന്ന് കൊച്ചുവർത്താനം പറഞ്ഞ് തെറ്റിച്ചപ്പോൾ കാവൽക്കാരൻ എവിടെ പോയി? ഉപദേശിമാർക്ക് ദൂത് പിടികിട്ടിയോ? അപ്പോൾ കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ സകല കാട്ടുജന്തുക്കളും എവിടെ കയറും? തോട്ടത്തിൽ കയറും. അങ്ങനെ കയറിയ പാമ്പും കുഞ്ഞുങ്ങളാണ് നേരത്തെ പറഞ്ഞ സജിത്ത് കണ്ണൂറും ലോറൻസും ടിജോ തോമസും ജെയിംസ് മേമന ബിനോയ് ആറന്മുള ബിന്നി സ്റ്റീഫൻ ബിജി അഞ്ജലി ഇങ്ങനെ കിടക്കുക. ഈ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ ഈ തോട്ടത്തിൽ വന്ന് കയറാൻ കാരണം ഉപദേശിമാർ സ്ട്രോങ് അല്ലാതെ പോയത് കൊണ്ടാണ്. കാവൽക്കാരൻ സ്ട്രോങ് ആയിരിക്കണം. വചനം വിട്ട് നടക്കുന്ന, ദുരുപദേശം പ്രസംഗിക്കുന്ന, മാജിക്ക് കാണിക്കുന്ന ഒരുത്തനെയും ദൈവസഭയ്ക്കകത്ത് കയറ്റത്തില്ലെന്ന് തീരുമാനിക്കണം. പക്ഷേ അതിന് വിശ്വാസികൾ സമ്മതിക്കത്തില്ല, അവർക്ക് മാജിക്കാണ് ഇഷ്ടം. ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം, ശരിയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം, തെറ്റാണ് തെറ്റെന്ന് പറയാം. ഇന്ന് ഇവിടെ ഈ സമയത്ത് ഈ രാത്രിയിൽ ഷമീർ കൊല്ലം പ്രസംഗിക്കുന്നതിന് പകരം ഇവിടെ മുതുകാട വന്നെന്ന് വെച്ചു. മുതുകാട വന്നെന്ന്, മുതുകാടിനെ അറിയാവോ? മാജിക്കുകാരൻ മുതുകാട ഈ സ്റ്റേജിൽ വന്നെന്ന് വെച്ചോ. ഇവിടെ ഉള്ള സകലമാന മനുഷ്യരും ഇവിടെ ഇവിടെ സ്ഥലം തികയാതെ വന്നേനെ മുതുകാടായിരുന്നു ഇല്ലേ? അപ്പം മുതുകാട് ഇവിടെ നിന്നോണ്ട് ഒരു പെങ്കൊച്ചിനെ സ്റ്റേജിലോട്ട് വിളിക്കുക. അവൾ ഇങ്ങോട്ട് വന്നു, ഇവിടെ ഒരു ബെഞ്ചിൻ്റെ പുറത്ത് അവളെ കിടത്തി. എന്നിട്ട് മുതുകാട് ഇങ്ങനെ 2 മന്ത്രമൊക്കെ ചൊല്ലി, എന്നിട്ട് കൈ ഇങ്ങനെ പൊക്കിയപ്പോൾ ഈ പെങ്കൊച്ച് എന്ത് ചെയ്യുക? ആകാശത്തേക്ക് പൊങ്ങി. കേട്ടോണേ, പൊങ്ങിയപ്പം മുതുകാട് ഒരു വാൾ അങ്ങോട്ട് എടുത്ത് ഇവളെ 2ആട്ടങ്ങ് മുറിച്ചു. ഒരു കഷ്ണം മേളിലും ഒരു കഷ്ണം താഴെ നിൽക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും നിങ്ങൾ പറ? ഇവർ പറയട്ടെ, എന്ത് പറ? അതിശയിച്ച് എന്ത് ചെയ്യും മക്കളെ? കൈ അടിക്കും അല്ലേ? കൈ അടിച്ച് കൂകി വിളിച്ച് അല്ലേ? എല്ലാവരും കൂടെ ഇങ്ങനെ ഭയങ്കര കൈ അടിക്കത്തില്ലേ? കൈ അടിക്കും. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചിലരെന്ത് ചെയ്യും? ഇങ്ങനെ എന്ത് ചെയ്യും? ഇപ്പം അങ്ങനെ ഊളന്മാരാ സഭയ്ക്കകത്ത്. ഇപ്പോഴത്തെ ആരാധനയിലല്ലേ ഊളന്മാരുടെ കൂവല. DJ ലൈറ്റ് പോലെ ലൈറ്റൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ഊളന്മാർ കിടന്ന്
അതാ ഇപ്പൊ ആരാധന എന്നൊക്കെ പറയുന്നത്. എന്തെല്ലാം കാണണം. അപ്പൊ ഇങ്ങനെ കൈയടിച്ച് കൂകി വിളിക്കുക. മുതുകാട് തന്നെ അങ്ങ് അമ്പരന്ന് പോകുന്ന രീതി കൈയടി. ശ്രദ്ധിച്ച് കേട്ട, വിഷയം തീർന്നില്ല. ആ യോഗം തീർന്നപ്പോൾ അടുത്ത പഞ്ചായത്തിൽ നിന്നുള്ള 4 പേര് വന്നിട്ട് പുള്ളിക്ക് 4 പ്രോഗ്രാമും ഞങ്ങളുടെ പഞ്ചായത്തിലും സാറ് വരണമെന്ന് പറഞ്ഞങ്ങ് ബുക്ക് ചെയ്ത്. ഭയങ്കര കയ്യടി, നോട്ടുമാല എല്ലാം ഇട്ട് പോയി. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ചോദിക്കാം. ഈ കൈയടിച്ചു പോയ, കൂക്കി വിളിച്ചു പോയ മുഴുവൻ ആളുകൾക്കും ഒരു സത്യം അറിയാം. എന്താണെന്നറിയാവോ? മുതുകാട് ഈ പെങ്കൊച്ചിനെ എന്ത് ചെയ്തിട്ടില്ല, മുറിച്ചിട്ടില്ല. അറിയത്തില്ലേ? കൈ അടിച്ച മുഴുവൻ ആളുകൾക്കും അറിയാം അങ്ങേര് ഈ കൊച്ചിനെ എന്ത് ചെയ്തിട്ടില്ല, മുറിച്ചിട്ടില്ല. പിന്നെ നമ്മൾ അങ്ങേര് എന്ത് ചെയ്യുമായിരുന്നു? പറ്റിക്കുകയായിരുന്നു, അല്ലേ? അതറിഞ്ഞോണ്ടല്ലേ കൈ അടിക്കുന്നത്. അതറിഞ്ഞിട്ടും കൈ അടിച്ചു. പക്ഷെ അടുത്ത പഞ്ചായത്തിൽ പുള്ളി വന്നപ്പോൾ മുതുകാട് സത്യസന്ധമായി പെണ്ണിനെ അങ്ങ് എന്ത് ചെയ്തു? മുറിച്ചു. അന്ന് വന്ന ബുക്കിംഗ് എല്ലാം വന്നിട്ട് പറഞ്ഞു, സാറേ അടുത്ത മീറ്റിംഗ് ക്യാൻസലാ. എന്നിട്ട് ആളുകൾ പരസ്പരം പറഞ്ഞു, ഇനി മേല ഇയാളെ വിളിക്കരുതെന്ന് പറഞ്ഞു. എന്ന് സത്യം വെളിപ്പെട്ടോ അന്ന് മുതൽ ഇനി ഇയാളെ വിളിക്കരുതെന്ന് പറഞ്ഞു. എന്ന് വരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു, അന്ന് വരെ കൈയടിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ഈ ആത്മീയത്തിൽ നടക്കുന്നത്. ആമേൻ. സത്യസുവിശേഷം വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കാൻ ആളില്ല, അത് പലർക്കും കേൾക്കണ്ട, ഇനി പുള്ളിയെ വിളിക്കണ്ട. എന്നാൽ എന്ന് വരെ മാജിക്ക് കാണിച്ച് ആളുകളെ പറ്റിക്കുന്നു, അന്ന് വരെ ഇങ്ങനെ കൈയടിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഒരു മാറ്റം വരണമെങ്കിൽ ദൈവവചനത്തെക്കുറിച്ചുള്ള ബോധം വരണം. മനസ്സിലായോ? പാപമോചനം നൽകുന്ന യേശു ഇവിടെ ഇപ്പോൾ ആർക്കും വേണ്ട. യേശു നെയ്യാറ്റിൻകരയിൽ പല്ലിൻ്റെ പോടടയ്ക്കുന്നു. യേശു കഷണ്ടിയിൽ മുടി കിളിർപ്പിക്കുന്നു. പിന്നെ യേശുവിന് അതല്ലേ പണി ഇപ്പം? പല്ലിൻ്റെ പോടടയ്ക്കുന്നു, കഷണ്ടി മുടി കിളിർപ്പിക്കുന്നു. ഇവനെയൊക്കെ വല്ല തൊഴിലുറപ്പിനും വിട്ട് പണിയെടുപ്പിക്കേണ്ടതിന് പകരം. സ്വതന്ത്രം. അപ്പൊ ഇതൊക്കെ കൊണ്ട് എന്താ സംഭവിച്ചത്? സത്യസുവിശേഷത്തിന്റെ വഴി അടയുന്നത്. ജനങ്ങൾ മടുത്തുപോയി. കൺവെൻഷൻ യോഗങ്ങൾ ആർക്കും താല്പര്യമില്ലാതായി. എന്തുകൊണ്ടാ? സത്യസുവിശേഷം വെളിപ്പെടേണ്ടടുത്തെല്ലാം ഇത്തരം മാജിക്കുകാരെ കൊണ്ട് നിറഞ്ഞുപോയി. സുവിശേഷം പ്രസംഗിക്കേണ്ടതിന് പകരം പെണ്ണുങ്ങളെ സ്റ്റേജിൽ കയറ്റി കുനിഞ്ഞ് നിവർന്ന് നടുവേദന പോയി. വീട്ടിൽ നിന്ന് വീഴാൻ വേണ്ടി മെനക്കെട്ട് വരുന്ന പെണ്ണുങ്ങളും കച്ചമുറുക്കി കൊടുത്തുകൊണ്ട് വീഴാൻ വേണ്ടിയാ വീട്ടിൽ നിന്നേ വരുന്നത്. ഓ, പ്രാപിച്ചോ, പിടിച്ചോ, ഒറ്റത്തള്ള്, നടു പിടിച്ചു വീണു, പിന്നെ കെട്ടിയവൻ അനുഭവിച്ചോണം. നടു എവിടെങ്കിലും പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതെല്ലാം മടുത്തില്ലേ? ഇന്ന് രാത്രി സത്യസുവിശേഷം കേൾക്കുക. ആമേൻ. ഇതിനൊന്നും വേണ്ടിയല്ല കുഞ്ഞെ യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അങ്ങനെ എന്തെങ്കിലും ഭൗതിക നന്മ നിനക്ക് തരാനാണെന്നും നിന്റെ ഈ പൊൻവിളയിലെ കഷ്ടത മാറ്റി നിന്നെ ഇവിടുത്തെ മുതലാളിയാക്കാനാണ് യേശു നിന്നെ വിളിക്കുന്നതെങ്കിൽ യേശു അംബാനിയുടെ വീട്ടിൽ സ്ഥിരതാമസക്കാരനാണെന്ന് നീ സമ്മതിക്ക. പ്രൈസ് ദി ലോർഡ്. ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദി തിരുവനന്തപുരം പട്ടണത്തിൽ നല്ല ഫ്ലാറ്റും നല്ല കാറുമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് നീ മറക്കരുത്. ഇതിനൊന്നും അല്ല നിന്നെ കർത്താവ് വിളിക്കുന്നത്. 70-80 വയസ്സ് വരെയുള്ള ഈ ഭൂമി എന്ന് പറയുന്ന കൂടിൻ്റെ അകത്ത് കിടക്കേണ്ടവനല്ല നീ. അതിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ട്. അതിലേക്ക് നിന്നെ കൊണ്ടുപോകാനാ യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിയണം. ആമേൻ. നോക്കൂ, സൃഷ്ടാവായ ദൈവത്തിങ്കിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇരുട്ടിൻ്റെ ആത്മാവ് രംഗപ്രവേശനം ചെയ്തു. ആരെയാണ്? ആത്മാവുള്ള മനുഷ്യൻ, അല്ലേ? ദൈവം ആത്മാവിനെ കൊടുത്ത മനുഷ്യൻ. ഇത്ര ശ്രേഷ്ഠമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനല്ലാതെ ലോകത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഈ ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി എല്ലാം സൃഷ്ടിച്ചു. അതിന് ആത്മാവിനെ കൊടുത്തോ ദൈവം? കഴിഞ്ഞ 2015-16 മറ്റോ പോപ്പ് ഒരു പ്രസ്താവന ഇറക്കി, മൃഗങ്ങൾക്കും ആത്മാവുണ്ടെന്ന്. മാർപ്പാപ്പ, ഞാൻ വായിച്ച, വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് വീട്ടിൽ. മൃഗങ്ങൾക്ക് ആത്മാവുണ്ടെന്ന്. എന്തൊരു വെളിവുകേട്. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച്, കോഴിക്കച്ചവടം നടത്തുന്നവൻ്റെ ഗതി. മരിച്ചു ചെല്ലുമ്പോൾ ഈ ഇവൻ വെട്ടിയ കോഴിയുടെ ആത്മാവെല്ലാം കൂടെ അവനെ കൊത്തിപ്പറിക്കും.
മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നിവിടെ 6 മണിക്ക് കൊയർ പാട്ട് തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള കാക്കയും പൂച്ചയൊക്കെ ഇവിടെ വന്നിരിക്കണ്ടേ? ഇരുന്നോ? ഇല്ല. നിങ്ങൾ മാത്രമേ ഈ പോസ്റ്ററും നോട്ടീസും മനുഷ്യർ മാത്രമേ കണ്ടോളൂ? പറ. ആട് കണ്ടില്ലേ? മാട് കണ്ടില്ലേ? വഴിയെ പോയ പൂച്ച തല ഉയർത്തി നോക്കിയപ്പോൾ സുവിശേഷ യോഗം ഷമീർ കൊല്ലം കണ്ടില്ലേ? കണ്ടില്ലേ? കണ്ടു. പൂച്ച കണ്ടില്ലേ? എരുമ കണ്ടില്ലേ? ചില എരുമകൾ അത് കടിച്ച് കീറിയില്ലേ? ചില എരുമകൾ അങ്ങനെ കീറും അല്ലേ? ചില എരുമകൾ കീറും, അതിനറിയത്തില്ല ഇത് യോഗമാണെന്ന്. ചില പട്ടികൾ കാല് പൊക്കി ഫ്ലക്സിൽ എന്ത് ചെയ്യും? മുള്ളും. അതിനറിയത്തില്ലെന്ന്. എന്നാൽ 6 മണിക്ക് കൊയർ പാട്ട് തുടങ്ങിയപ്പോൾ ഇവിടെ ഒന്നും ഇരിക്കാത്ത അതിനറിയത്തില്ലെന്ന്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. ആത്മാവുള്ളവനായി സൃഷ്ടിച്ചു, മനനം ചെയ്യുന്നവനായി ആത്മാവുള്ളവനായി മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ ആ മനുഷ്യനെ സൃഷ്ടാവിങ്കൽ നിന്ന് അകറ്റുവാൻ ഇരുട്ടിന്റെ ആത്മാവ് മനുഷ്യനിൽ രംഗപ്രവേശനം ചെയ്തു. മനുഷ്യനെ കൊണ്ട് അനുസരണക്കേടെന്ന പാപം ചെയ്യിച്ചു. മനുഷ്യൻ പാപിയായി എന്ന് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു. ഇത് പറയുമ്പോൾ ഡിഗ്രിയുള്ള ചേട്ടന്മാർക്ക് ദഹിക്കില്ല. ഇയാൾ എന്തോ ഈ പറയുന്നത്? മനുഷ്യൻ പാപിയാണെന്ന്. എന്ത് പാപം? പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നതിനാണോ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കിയത്? ചോദിക്കണ ചോദ്യമാണ്. പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നതിനാണോ ഇത്രയും വലിയ പാപമെന്ന്? ആപ്പിളെന്നോ ഓറഞ്ചെന്നൊന്നും ബൈബിളിൽ ഇല്ല. പിന്നെ എല്ലാവരും ആപ്പിളാക്കി വെച്ചിരിക്കുക. ഇരിക്കട്ടെ. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും പലരുടെയും പോക്കറ്റിൽ പകുതി കടിച്ച ആപ്പിൾ ഇരിക്കുന്നത്. പണ്ട് ഹൗവ കടിച്ചതിൻ്റെ ബാക്കി. അപ്പൊ ശ്രദ്ധിച്ചേ, ഒരു പഴം തിന്നതാണോ പാപം? അല്ലല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ്. ശ്രദ്ധിച്ചേ, 2 വീട്ടുകാർ തമ്മിൽ അതിരുതർക്കം ഉണ്ടായിന്ന് വെക്കുക. ഉദാഹരണം, വസ്തുതർക്കം. അറിയാവോ? അങ്ങനെ ഇവിടെ അങ്ങും വസ്തുതർക്കം ആരും ഉണ്ടാക്കത്തില്ലേ? ഒരതിരിച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ കാര്യം പെന്തക്കോസുകാരിയായിരിക്കും ആദ്യം തടസ്സം നിൽക്കുന്നത്. 1/2 ഇഞ്ച് കൂടുതലാ, ഇത് കുറയ്ക്കാതെ പാസ്റ്റർ ആയാലും ശരി ഇവിടെ പ്രാർത്ഥന നടത്താൻ സ്തോത്രം. അങ്ങനൊക്കെ വരുമെന്ന്. അപ്പൊ അതിരുതർക്കം ഉണ്ടായി. 2 വീട്ടുകാരും തമ്മിൽ അടിയായി. നാട്ടുകാർ പോലീസിനെ വിളിച്ചു. പോലീസും റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, അവരാണല്ലോ വസ്തുവക, അവരെ കൊണ്ടുവന്നു. 2 വീട്ടുകാരോടും പറഞ്ഞു, എടോ ഇവിടുന്ന് മേപ്പോട്ട് പോകുമ്പോൾ മൊട്ടുസൂചി പോലും കൊണ്ടുപോകത്തില്ലടോ, വിട്ടുകൂടെ പോട്ടെന്ന് പറഞ്ഞു. പക്ഷെ 2 വീട്ടുകാരും സമ്മതിക്കുകയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, 2 വീട്ടുകാരും സമ്മതിക്കാതെ വന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു, എന്നാൽ കോടതി കേസ് എടുക്കട്ടെ, കോടതി വിധി വരുന്നവരെ ഇവിടെ ഇനി തമ്മിലടിക്കരുതെന്ന് പറഞ്ഞ് 2 പേരെ സമാധാനിപ്പിച്ചു. പോലീസ് പോയി, റവന്യൂ പോയപ്പോൾ ഇതിൽ ഒരു വീട്ടിൽ ഒരു ചെറുക്കനുണ്ട്, തലതെറിച്ച ചെറുക്കൻ. അവനൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അവന്മാരുടെ ഒരു കയറെല്ലാം മുറിച്ച് കളഞ്ഞു. റവന്യൂ വകുപ്പുകാര് കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കയർ മേടിച്ച് കെട്ടിവെച്ചിരുന്ന കയറെല്ലാം മുറിച്ച് കളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വന്നു. ആരാടാ കയർ മുറിച്ചത്? ഉണ്ടല്ലോ, അവനാ സാറ്, ഇങ്ങോട്ട് പാടാന്ന് പിടിച്ചു. ചെവിക്കലിന് ഒറ്റ അടി കൊടുത്തു. കയറടാ ജീപ്പിലെന്ന് പറഞ്ഞ് എടുത്തിട്ടു. ശ്രദ്ധിച്ചേ, ഇത് കണ്ടുകൊണ്ട് മുറുക്കിക്കൊണ്ട് അവിടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്. അമ്മച്ചി പറയാ, അയ്യോ എന്തൊരടിയാ കൊച്ചിനിട്ട് അടിക്കുന്നത്, 2 രൂപയുടെ കയർ മുറിച്ചതിന് ഇങ്ങനെ ഇട്ട് അടിക്കണമെന്ന്. അപ്പൊ അമ്മച്ചിയുടെ കാഴ്ചപ്പാടിൽ 2 രൂപയുടെ കയർ മുറിച്ചതിന് തല്ലുന്നത് എന്തിന്? അതുകൊണ്ട് മത്തായിയുടെ കടയിൽ തൂങ്ങി കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. ഞാൻ വേണേ 10 രൂപ തരാം, 5 വള്ളി കയറ് മേടിച്ച് കെട്ട്, കൊച്ചിനെ അങ്ങ് വിട്. ഒരു വണ്ടി കയറ് പകരം കൊടുത്താൽ കൊച്ചിനെ വിടുവോ? പറ. ഇല്ല. എന്തുകൊണ്ടാ? 2 രൂപയുടെ കയറ് മുറിച്ചതല്ല അവിടുത്തെ തെറ്റ്, നിയമലംഘനം നടന്നു. ഇന്ന് രാത്രി സ്നേഹിത, കേവലം ഒരു പഴം തിന്നതല്ല പാപം. സൃഷ്ടാവായ ദൈവം അരുത് എന്ന് പറഞ്ഞ നിയമത്തെ മനുഷ്യൻ ലംഘിക്കുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിയമലംഘനം നടന്നിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചു. വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നു. ഇതിലൊക്കെ എന്താണ് യുക്തിക്ക് പ്രശ്നം? പിന്നെ പെന്തക്കോസുകാർ മനുഷ്യൻ ഭാവിയാ എന്നൊക്കെ കിടന്ന് കൂവുമ്പോൾ ചില ആളുകൾക്ക് ചിരിയാ. ചുമ്മാതാന്ന്. മനുഷ്യൻ പാപിയൊന്നും അല്ല. മനുഷ്യൻ പാപി അല്ലെന്ന് പറയുന്നവരാരെങ്കിലും പൊൻവിളയിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം പൊൻവിളയിൽ പാപി ഉണ്ടോ ഇല്ലയോ. ദൂരെ എങ്ങും അന്വേഷിച്ചു പോകണ്ട അല്ലേ. പൂട്ടിട്ടാലോ ആ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി
പിന്നെയും കുലുക്കി, പിന്നെയും കുലുക്കിയേച്ചാണ് വീട്ടിൽ പോകുന്നത്. എന്നിട്ടും ഉറക്കം ഇല്ല. രാവിലെ കടയുണ്ടോ എന്ന് നോക്കി പാഞ്ഞു വരിക. മനുഷ്യൻ പാപി ആയതുകൊണ്ടാണ് ഇവിടെ CCTV വെക്കേണ്ടി വന്നത്. മനുഷ്യൻ പാപി ആയതുകൊണ്ടാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. മനുഷ്യൻ പാപി ആയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചേച്ചിമാർ രാത്രിയിൽ കഥകടച്ച് കൊളുത്തിട്ട് ഓടാമ്പലം പിടിച്ചിട്ടേച്ച് ഇപ്പൊ അതിന്റെ പുറകിൽ ചട്ടിയും കലവും വാരി അടുക്കി വെച്ചാ പലരും ഉറങ്ങുന്നത്. ആരെ പേടിച്ച്? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? അല്ല, പിന്നെ സഹജീവികളായ മനുഷ്യരെ പേടിച്ചിട്ട്. കാരണം മനുഷ്യൻ പാപിയാണ്. ഇത് പറയുമ്പോൾ വേറെ ചില ആളുകൾ അങ്ങേര് പറഞ്ഞു ശരിയാ, മനുഷ്യൻ പാപിയാ, എന്നാലും ഞാൻ പാപി അല്ല. അല്ല, ഞാൻ ഇന്ന് വരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പാപിയല്ലെന്ന്. ഇവിടെ അടുത്തൊരു ചേട്ടൻ ഒരു മൂർഖം പാമ്പിനെ വളർത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ പാമ്പ് ഇന്നു വരെ ആരെയും കടിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന് വിഷമില്ലെന്ന് പറഞ്ഞ് വായി കൈ കൊണ്ട് വെച്ചാലോ? ഇന്ന് വരെ കടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് വിഷമില്ലേ? ഉണ്ട്. ഇന്ന് വരെ കടിച്ചിട്ടില്ലാത്തത് കൊണ്ട് വിഷമില്ലെന്ന് അർത്ഥമില്ല. അത് തക്ക സമയത്ത് പുറത്തു വരും. ഇതുപോലെ മനുഷ്യൻ ഇന്നലെ വരെ നമ്മുടെ മുമ്പിൽ കൂടെ മാന്യന്മാരായി ജീവിച്ച പല ആളുകളും ഇന്ന് ഇരുമ്പഴിക്കകത്ത് കിടക്കാൻ കാരണം അവിടെ അകത്തിരുന്ന വിഷം സമയത്ത് പുറത്തു വന്നതുകൊണ്ടാണ്. മനുഷ്യൻ പാപിയാണ്. പണ്ട് നമ്മുടെ ഈ നാട്ടിൻപുറത്ത് പണ്ട് നമ്മുടെ പെൺകുഞ്ഞിനെ അയലത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട്, എടി രമണി കൊച്ചു ഇവിടെ ഇരിക്കട്ടെടി, മാർക്കറ്റ് വരെ പോയച്ച് വരാമെന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ഇന്ന് ജനിപ്പിച്ച സ്വന്തം അപ്പൻ്റെ അടുക്കൽ പെൺകുഞ്ഞിനെ നിർത്തിയേച്ച് മാർക്കറ്റ് വരെ പോകാൻ ധൈര്യമില്ലാത്ത അമ്മമാരുടെ നാടാണ് സാക്ഷര കേരളം. എന്താ? മനുഷ്യൻ പാപിയാണ്. പാപമെന്ന് പറയുന്ന വിപത്ത് മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്നു. പാപം ഒരു വ്യക്തിയായിരുന്നെങ്കിൽ പിണറായി സഖാവിനോട് പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്ത് നാട് രക്ഷിക്കായിരുന്നു. പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് അതിനെ വെട്ടിക്കളഞ്ഞ് രക്ഷിക്കായിരുന്നു. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ അല്പം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിൻ്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി രക്ഷിക്കായിരുന്നു. ഇതിനൊന്നും പറ്റുന്നില്ല. എന്തുകൊണ്ടാ? വെട്ടിക്കളയാൻ കഴിയുന്ന വൃക്ഷമല്ല പാപം, കത്തിച്ചു കളയാൻ കഴിയുന്ന വസ്തുവല്ല പാപം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയല്ല പാപം. പിന്നെയോ മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന അദൃശ്യമായ ഇരുട്ടാണ് പാപം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. പാപമെന്ന ഇരുട്ടകത്ത് കയറിയപ്പോൾ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. സർവശക്തനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന് കൊടുത്തു, നാൽക്കാലിക്ക് കൊടുത്തു, ഇഴജാതിക്ക് കൊടുത്തു, പക്ഷിക്ക് കൊടുത്തു എന്ന് ബൈബിൾ പറയുമ്പോൾ ഇവിടുത്തെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ നാലിനെയും കൂടെ ഒന്നിച്ച് ഒരു കൂട്ടിലാക്കി റോഡിൽ വെച്ചിരിക്കുക. ഏത്? നാൽക്കാലി കുതിര, മനുഷ്യൻ അതിൻ്റെ പുറത്ത്, ഇഴജാതി പാമ്പ്. ഇപ്പൊ പക്ഷിയോ? വീട്ടിൽ പോയി പടത്തിനകത്ത് ഒന്നുകൂടെ നോക്കണം, 2 ചിറക് അതിന് കാണാം. 4നെയും കൂടെ ഒന്നിച്ചൊരു കൂട്ടിലാക്കി ATM കൗണ്ടർ അടിച്ച് ജംഗ്ഷനിൽ വെച്ചിട്ട് ഇവൻ പറയുന്നു ഞാൻ ജനിച്ചതേ ക്രിസ്ത്യാനിയാണെന്ന്. ബൈബിൾ പറയുന്നു നീ പാപിയാണ്. വേദപുസ്തകം പറയുന്നു പാപം നിന്റെ അകത്ത് പ്രവേശിച്ചു. നോക്കൂ, അനുസരണക്കേടെന്ന് പറയുന്ന പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചു. ബൈബിൾ പ്രസ്താവിക്കുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. മനുഷ്യൻ പാപിയായി. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും മനുഷ്യൻ തിന്മ ചെയ്യാൻ തുടങ്ങി. അതാണ് പാപത്തിന്റെ പ്രത്യേകത. അറിവില്ലായ്മ കൊണ്ടല്ല മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസങ്ങൾക്ക് ഞങ്ങൾ ജയിൽ സന്ദർശിക്കാൻ പോയി. ഒരു ജയിലിൽ ചെന്നപ്പോൾ ജയിലിലെ പോലീസ് അധികാരികൾ ആ തടവറകൾ തുറന്നുകൊണ്ട് ജയിൽ പുള്ളികളോട് പറഞ്ഞു, പ്രാർത്ഥനക്കാർ വന്നിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ജയിലറകൾ തുറന്ന് കുറ്റവാളികൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല തടിമാടനായ ഒരു ചെറുപ്പക്കാരൻ, 6 അടി പൊക്കമൊക്കെ ഉള്ള നല്ല സൈസുള്ള ഒരു തടിമാടനായ ചെറുപ്പക്കാരൻ ഞങ്ങളുടെ അരികിലേക്ക് വന്നു. ഇവൻ ഇങ്ങനെ തടിമാടൻ മസിലും പെരുപ്പിച്ച് ഇങ്ങനെ വരുന്നു. എന്തായിരിക്കും ദൈവമേ എന്നോർത്ത നമ്മൾ ഇരിക്കുന്നത്. അടുത്ത് വന്നപ്പോൾ കുഞ്ഞ് കരയുന്ന പോലെ ഈ തടിയും കരയാൻ തുടങ്ങി. കരഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, എന്താ സഹോദര? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ കാര്യം? എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞ് എല്ലാം പോയി. കരയുക. ഞങ്ങൾ ചോദിച്ചു, സഹോദരൻ ചെയ്ത കുറ്റം എന്താ? ആ ചെറുപ്പക്കാരൻ പറയാണ്, ഞാനൊരാളെ കൊന്നു. ഞങ്ങൾ ചോദിച്ചു, കൊന്നോ? എങ്ങനെയാ ഒരാളെയൊക്കെ കൊല്ലാൻ പറ്റുക? അതെങ്ങനെയാ സാധിക്കുക? ഉടനെ ആ ചെറുപ്പക്കാരൻ പറയാണ്, കൊല്ലണമെന്ന് ഉദ്ദേശിച്ചു പോയതല്ല സാറേ. കേട്ടോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കൊല്ലണമെന്ന് ഉദ്ദേശിച്ചു പോയതല്ല. പിന്നെന്താ? അയലത്ത് വീട്ടിലെ തെങ്ങിന്റെ ഓല ഞങ്ങളുടെ വീട്ടിലേക്ക് ചാഞ്ഞു കിടന്നു. ഏത്? തെങ്ങിന്റെ ഓല. പലവട്ടം വെട്ടാൻ പറഞ്ഞു, അയലത്തുകാരൻ വെട്ടിയില്ല.
ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ 2 എണ്ണം അടിച്ച് വിറ്റായി ഇങ്ങോട്ട് വരുന്ന സമയം എൻ്റെ പെണ്ണുമ്പിള്ള പറഞ്ഞു, നിങ്ങൾക്ക് ചുണയില്ലാത്തതുകൊണ്ടാണ് അവൻ ഓല വെട്ടാത്തതെന്ന്. ഇതുപോലുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ അല്ലേ മൂപ്പിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ പറഞ്ഞു, ഇന്ന് അവനെ വെട്ടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളെന്ന് പറഞ്ഞ് ഒരു കത്തി എടുത്തോണ്ട് നേരെ അവനോട് ചെന്ന് വെട്ടടാ പോലെ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു വെട്ടത്തില്ലെന്ന് പറഞ്ഞു. ഉന്തം തള്ളുമായി അരയിലിരുന്ന കത്തി എടുത്ത് ഒറ്റ കുത്തു, അവൻ ചത്തു. നിസാരം ഒരു ഓല ചാഞ്ഞു കിടന്ന പേരിൽ ഒരുത്തൻ്റെ ജീവിതം ഇരുമ്പഴിക്കകത്തായി, കുടുംബം തകർന്ന് തരിപ്പണമായി. ചോദിക്കട്ടെ, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണോ? അല്ല, ഒരിക്കലും ആഗ്രഹിച്ചതല്ല. അവൻ പറയുക, കുത്തണമെന്ന് എൻ്റെ മനസ്സിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു സാറേ, സംഭവിച്ചു പോയി. ഇന്ന് രാത്രി പറയാം, ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മകളിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ഇരുട്ടിൻ്റെ പേരാണ് വേദപുസ്തകം വിളിക്കുന്ന പാപം. അത് അറിവില്ലായ്മയല്ല. പുകവലിക്കുന്ന കവറിന്റെ പുറത്ത് എഴുതി വച്ചിരിക്കുന്നു, പുകവലി ആരോഗ്യത്തിന് ഹാനികര. അറിവില്ലായ്മയാണോ? മദ്യക്കുപ്പിയുടെ പുറത്ത് എഴുതി വച്ചിരിക്കുന്നു, മദ്യപാനം ആരോഗ്യത്തിന്. അറിവില്ലായ്മയാണോ? നിങ്ങൾ നടക്കുമ്പോൾ കണ്ടിട്ടില്ലേ, വഴിയിൽ ആനയുടെ വലിപ്പത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കള്ള്, അല്ലേ? അടുത്ത് ചെന്ന് നോക്കിയാൽ ഉറുമ്പിന്റെ വലിപ്പത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹാനികരം. സത്യത്തിൽ ആനയുടെ വലിപ്പത്തിൽ എഴുതേണ്ടത് ഹാനികരം എന്നാ, പക്ഷെ കട പൂട്ടിപ്പോവും. അതുകൊണ്ട് ആനയുടെ വലിപ്പത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അടുത്ത് ചെല്ലുമ്പോഴെങ്കിലും അറിയണം ഇത് ഹാനികരമാണെന്ന്. അതുകൊണ്ട് ചെറുതായിട്ടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. അറിവില്ലായ്മയാണോ കുഞ്ഞേ? അല്ല. അങ്ങനാണെങ്കിൽ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ പണ്ട് കാലത്ത് ഇവിടെ അടുത്തുള്ള പഴക്കടയിൽ ചെന്ന് 1 കിലോ മുന്തിരി വേണമെന്ന്, ഇപ്പോഴല്ല പണ്ട് 1 കിലോ മുന്തിരി വേണമെന്ന് പറഞ്ഞാൽ കടക്കാരൻ എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? പ്രായമുള്ളവർക്ക് ഓർമ്മയുണ്ടോ? തോളിൽ ഒരു തോർത്ത് കിടപ്പുണ്ട് ഈ പുള്ളിയുടെ. ആ തോർത്തെടുത്ത് ഈ മുന്തിരിയിലോട്ടൊരു വീശും. എന്തിനാണെന്നറിയാമോ? ഈ മുന്തിരിക്കകത്ത് മുഴുവൻ പറ്റിപ്പിടിച്ചിരിക്കുക ഈച്ചകൾ. ഈ തോർത്തെടുത്ത് ഒറ്റ വീശി ഈ ഈച്ചയെ മുഴുവൻ ആട്ടിപ്പായിച്ചിട്ടാണ് അന്ന് കടക്കാരൻ നമുക്ക് 1 കിലോ മുന്തിരി തൂക്കി തന്നത്. അന്ന് നമ്മളെല്ലാം മനസ്സിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്. സത്യം പറ, മനസ്സിൽ പറഞ്ഞു, ഈ കടയിൽ നോക്കിയിട്ട് പറഞ്ഞു, ഓ ഈ കടയ്ക്ക് ഒട്ടും എന്താ പറഞ്ഞേ, വൃത്തിയില്ലെന്ന് പറഞ്ഞു. സത്യമല്ലേ? എന്നാൽ ഇന്നത്തെ പഴക്കടയിൽ നിങ്ങൾ പോയി നോക്കിയേ, സ്കാൻ ചെയ്താൽ പോലും ഒറ്റ ഈച്ച ആ പരിസരത്ത് കാണുകയില്ല, അല്ലേ? എന്താ, കടയ്ക്ക് വൃത്തി കൂടിയോണ്ടാണോ? ആണോ? ഈച്ചക്കറിയാം ഇതിൻ്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകുന്ന രാസപദാർത്ഥങ്ങൾ കൊണ്ട് പെരട്ടി തേച്ച് മിനുക്കി കുട്ടപ്പനാക്കി വെച്ചിരിക്കാന്ന് ഈച്ചക്കറിയാം. അതുകൊണ്ട് ഈച്ച വഴി മാറി നടക്കുക. ആത്മാവുള്ള ഈച്ചയാണോ? അല്ല. അറിവില്ലായ്മ കൊണ്ടല്ലെന്ന് ഞാൻ പറഞ്ഞു വരുന്നേ. ഈച്ചക്കറിയാം തൻ്റെ ശരീരത്തിൽ. വേണ്ട, നിങ്ങളുടെ കൺമുമ്പിൽ കൂടെ നടന്നു പോകുന്ന ഉറുമ്പിൻ്റെ മുമ്പിൽ അല്പം ഉപ്പും അല്പം പഞ്ചസാരയും 2 സൈഡിൽ ഇട്ട് കൊടുക്കുക. ഉറുമ്പണ്ണൻ ഇങ്ങനെ നടന്നു വന്ന് 2 മണത്ത് നോക്കുന്നു. എന്നിട്ട് പഞ്ചസാര മാത്രം എടുത്ത് ആളുകളുടെ വടയെന്ന് പറയും, എല്ലാവരും കൂടെ വന്ന് ചുമന്നുകൊണ്ട് പഞ്ചസാര തരി എടുത്തുകൊണ്ട് പോകും. സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ, ഉറുമ്പെ ഉപ്പും വെളുത്തിരിക്കുന്നു പഞ്ചസാരയും വെളുത്തിരിക്കുന്നു, ഇത് രണ്ടും ഞങ്ങൾ മനുഷ്യർ ഉപയോഗിക്കുന്ന കാര്യമാണ്, എന്നിട്ടും താങ്കൾ എന്താ ഉപ്പെടുക്കാതെ പഞ്ചസാര മാത്രം എടുത്തതെന്ന് ചോദിച്ചാൽ ഉറുമ്പൊന്ന് ചിരിച്ചുകൊണ്ട് പറയും, വേറെ പിണക്കമൊന്നുമില്ല സാറേ, എൻ്റെ ശരീരത്തിന് ദോഷം വരുത്തുന്നത് ഞാൻ എടുത്തില്ലെന്നേ ഉള്ളൂ. കണ്ടോ, നിസാരപ്പെട്ട ഉറുമ്പും ഈച്ചയും തൻ്റെ ശരീരത്തിന് ദോഷം വരുത്തുന്ന വിഷയത്തിൽ നിന്ന് മാറി നടക്കുക. മനുഷ്യനോ? വീട്ടിൽ വളർത്തുന്ന പട്ടിയുടെ മുമ്പിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ ബിവറേജിൽ നിന്ന് മേടിച്ചൊരു കുപ്പി പൊട്ടിച്ച് സ്റ്റീൽ പാത്രത്തിൽ നിന്ന് ഒഴിച്ച് വീട്ടിൽ വളർത്തുന്ന പട്ടിയുടെ മുമ്പിലോട്ട് ഒഴിച്ചു വെച്ചാൽ ആ പട്ടി വന്നിട്ട് ഒന്ന് മണപ്പിച്ച് നോക്കി വെച്ച് തിരിഞ്ഞ് നടക്കും. നാട്ടുഭാഷ പറഞ്ഞാൽ പട്ടിക്ക് പോലും വേണ്ടാത്ത കാടിവെള്ളം കാശ് കൊടുത്ത് വാങ്ങിക്കുടിച്ച് കുടുംബം തകർക്കുന്ന അണ്ണന്മാർ അറിവില്ലായ്മ കൊണ്ടാണോ? ഒന്ന് ശ്രദ്ധിച്ചേ. മദ്യപാനികളുടെ കുടുംബം തകരാൻ അന്താരാഷ്ട്ര കാരണങ്ങളൊന്നും വേണ്ട. എത്ര കുടുംബം തകർന്നു പോയതാ, അന്താരാഷ്ട്ര കാരണമൊന്നും വേണ്ട. ഈ അടുത്ത കാലത്തൊരു ചേച്ചി പറഞ്ഞ അനുഭവം, പാവം തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിയാണ്. തൊഴിലുറപ്പിന് പോയി റോഡ് വെട്ടിക്കളച്ച് കിട്ടിയത് കൊണ്ടുവന്ന് ഇച്ചിരി കഞ്ഞിയും വെച്ച് ഒരു മുട്ടയും പൊരിച്ച് വെച്ചപ്പോൾ സന്ധ്യ ആയപ്പം വീട്ടിലെ കുടിയൻ ആടിയും കൊണ്ട് വന്നിട്ടൊരു ചോദ്യം, പുഴുങ്ങണ്ടതിന് പകരം പൊരിച്ചോടി മുട്ട. അന്നത്തെ ഇടി അതിൻ്റെ പേരിലായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഇടി മേടിച്ച സഹോദരി മുട്ട എന്ത് ചെയ്തു? പുഴുങ്ങി വെച്ചു. അപ്പോഴോ പൊരിക്കേണ്ടതിന് പകരം പുഴുങ്ങിയോടി മുട്ട. അന്ന് ഇടിയാണ്. ഇടി മേടിച്ച സഹോദരി 3-ാം ദിവസം ഒരു മുട്ട പുഴുങ്ങിയും 1 എന്തൊരു ഗതികേടാ പെണ്ണുങ്ങളുടെ. നോക്ക്,
ഒരു മുട്ട പുഴുങ്ങി ഒരെണ്ണം പൊരിച്ചും വെച്ച് ഇടി പേടിച്ചിട്ട്. അപ്പൊ കുടിയൻ ആടി ആടി വന്നിട്ടൊരു ചോദ്യം, പുഴുങ്ങണ്ട മുട്ട എടുത്ത് അവള് പൊരിച്ചും വെച്ചു, പൊരിക്കണ്ട മുട്ട എടുത്ത് അവള് പുഴുങ്ങിയും വെച്ചു എന്നും പറഞ്ഞ അന്നും ഇടിക്ക് കുറവൊന്നും ഇല്ലെന്ന്. എന്തൊരു ജീവിതം അല്ലേ? തലേന്ന് രാത്രി ഭാര്യയെ കെട്ടിപ്പിടിച്ച് അവളുടെ മുടിയോട് മൂക്കും വെച്ച് കിടന്നുറങ്ങിയ മനുഷ്യന് പിറ്റേന്ന് വിളമ്പിക്കൊടുത്ത ചോറിൻ്റെ അകത്ത് ഒരു മുടി കണ്ടപ്പോൾ സഹിക്കാൻ മേല. തലേ നീ മുടിയിൽ മൂക്കും വെച്ച് ഉറങ്ങിയതാ, അത് എടുത്തു കളഞ്ഞാൽ തീരാവുന്ന കാര്യം അവിടെ ഉള്ളൂ. അതിൻ്റെ പേരിൽ അടി, പിന്നെ കുടുംബ കോടതി. എന്തൊരു ജീവിതമാണ്! ഇങ്ങനെ നിസാരപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്ര കുടുംബങ്ങൾ തകർന്നുപോയി, എത്ര സഹോദരിമാരെ വിധവവേഷം കെട്ടിച്ചു, എത്ര കുഞ്ഞുങ്ങൾ അനാഥരായി. നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തിയാകാത്ത എത്ര കുഞ്ഞുങ്ങൾ ഈ ലഹരിയുടെ ഉപയോഗത്താൽ കുറ്റവാളികളായി മാറുന്നു. ഇവിടെ അറിവില്ലായ്മ കൊണ്ടാണോ? ഒന്ന് പറ, നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇന്ന് സന്ധ്യയ്ക്ക് പൊൻവിളയിൽ, ഇത്രയും പറഞ്ഞുകൊണ്ട് ചേർത്ത് പറയാം, ഇന്ന് സന്ധ്യയ്ക്ക് പൊൻവിളയിൽ മദ്യപാനിയായ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ബഹുമാനപ്പെട്ട കുടിയാ, നിന്റെ കണ്ണ് തുറക്കണം. നീ ഒന്നറിയണം, നീ കൊണ്ടു കൊടുക്കുന്ന 30, 40, 50 കൊണ്ട് മദ്യരാജാക്കന്മാർ അവൻ്റെ മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നു, എഞ്ചിനീയറാക്കുന്നു, വിദേശ രാജ്യങ്ങളിൽ അയച്ച് പഠിപ്പിക്കുന്നു അല്ലേ? നീ കൊടുത്ത കാശ് കൊണ്ട് ഡോക്ടറായവൻ നാളെ കഴുത്തെ കുഴലും തൂക്കി ആശുപത്രി വരാന്തേ കൂടെ കുണുങ്ങി നടന്നു വരുമ്പോൾ ഇന്ന് മദ്യപാനിയായ നീ നാളെ അവൻ്റെ മുമ്പിൽ പോയി നെഞ്ചും പിരിച്ച് കിടക്കുന്നു ചികിത്സയ്ക്ക്. നീ കൊടുത്ത കാശ് കൊണ്ട് ഡോക്ടറായവൻ നിന്റെ നെഞ്ചത്ത് തന്നെ കുഴൽ വെച്ചിട്ട് പറയും, നന്ദിയുണ്ട് ചേട്ടാ, നന്ദിയുണ്ട്. ഇതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ? ചേട്ടനെ പോലുള്ളവർ കൊണ്ടു കൊടുത്ത 30, 50 കൊണ്ടാ എൻ്റെ പപ്പ എന്നെ ഡോക്ടറാക്കിയത് എന്ന് പറയുമ്പോൾ മദ്യപാനി നീയോ? നിന്റെ കരൾ അരിപ്പ്, നിന്റെ ഹാർട്ട് വീക്ക്, നിന്റെ കിഡ്നി പോയി. നിന്റെ വീട്ടിൽ വളർന്നു വരുന്ന ജൂനിയർ ഡോക്ടറാണോ? ജൂനിയർ കുടിയൻ. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടാൽ നല്ലതാ. മനസ്സിലാകുന്നുണ്ടോ? എന്തെല്ലാം തിരിച്ചറിവില്ലാതെ മനുഷ്യൻ പോകുന്നു. അറിവില്ലായ്മ കൊണ്ടല്ല. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടു, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി നേതാവിൻ്റെ മകൻ്റെ കല്യാണത്തിന് സഖാവ് പിണറായി വിജയനും ഭാര്യ മുഖ്യമന്ത്രി ചെന്ന് ആ പെങ്കൊച്ചും ചെറുക്കനും കൂടെ കാലെ തൊട്ട് സഖാവ് അവരെ അനുഗ്രഹിച്ച് മനോഹരമായി ക്യാമറയുടെ നേരെ നിന്ന് ചെന്നിത്തലയും പിണറായും കൂടെ ചിരിച്ച് വീഡിയോ എടുത്തത് ഫേസ്ബുക്കിൽ കണ്ടു. ഇതൊന്നും അറിയാതെ കുറേ പൊട്ടന്മാർ ഇവർക്ക് വേണ്ടി റോഡിൽ കിടന്ന് വെട്ടിയും കുത്തിയും ചാവുന്നു. വല്ല കാര്യമുണ്ടോ? ആവേൻ. ഇവിടെ ഒറ്റ നേതാക്കന്മാരുടെ മക്കൾ രക്തസാക്ഷികളായ ചരിത്രം ഇല്ല. അവരൊക്കെ UK-ൽ USA-ൽ അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കുന്നു, പഠിച്ച് നല്ല നിലയിലെത്തുന്നു. നേതാക്കന്മാർ മക്കളെ കാണാൻ പോകുന്നു, അവർ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിരുന്നു. ഇത് കണ്ടിട്ട് ഇവിടെ ഒരുത്തനിരുന്ന് ലൈക്കും കമൻറ്റും അടിച്ച് അടി മേടിക്കുന്നു. അപ്പൊ ഇതൊന്നും തിരിച്ചറിവില്ലാഞ്ഞിട്ടോ അറിവില്ലായ്മ കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. കാലാവസ്ഥയുടെ പ്രതികൂലം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. അറിവില്ലായ്മ കൊണ്ടല്ല. പിന്നെയോ, ഇതൊക്കെ തെറ്റാണെന്നും തിന്മയാണെന്ന് അറിഞ്ഞിട്ടും ഈ തെറ്റിലേക്ക് മനുഷ്യനെ വലിച്ചുകൊണ്ടുപോകുന്ന ഒരു അദൃശ്യ ശക്തി ഈ ലോകത്തിൽ കുടിയിരിക്കുന്നു. അതിനെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേരാണ് പാപം. ഈ പാപം എന്ന് പറയുന്ന വിപത്ത് മനുഷ്യന്റെ അകത്ത് കുടിയേറി ഇരുട്ട് മനുഷ്യനെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഇരുട്ടിൽ നിന്ന് രക്ഷ തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിക്കാൻ തുടങ്ങി. ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം തേടി മനുഷ്യൻ നിലവിളിച്ച പ്രാർത്ഥനാ സൂക്തങ്ങളുണ്ട്. തമസോമാം ജ്യോതിർഗമയ എന്ന് മനുഷ്യൻ നിലവിളിച്ചു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം. കാലഘട്ടത്തിന്റെ നടുവിൽ പ്രവാചകന്മാർ നിലവിളിച്ചു, റബ്ബിൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്കൊരു നന്മയിൽ ലഭിക്കില്ലെന്ന് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി പറയാം, സകലമാന മനുഷ്യരും പാപത്തിന്റെ ഇരുളിൽ നിന്ന് വെളിച്ചം തേടി ഈശ്വരനോട് പ്രാർത്ഥിച്ചപ്പോൾ ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തിച്ച വെട്ടിക്കൊണ്ട് ഒരുവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ഇന്ന് രാത്രി പൊൻവിളയോട് പറയാം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി
മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പഠിച്ചെടുത്ത് പുറത്തു കളയുവാൻ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന് പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി സ്വന്തം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറി. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആമേൻ. അവന്റെ ശരീരത്തിലേറ്റ ഓരോ അടിയും, അവന്റെ തലയിലേറ്റ ഓരോ ഇടിയും, അവൻ ആഴ്ന്നിറങ്ങിയ മുൾക്കിരീടങ്ങളും, ചാട്ടവാറടിക്ക് ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ ചിതറിത്തെറിച്ചുപോയ മാംസക്കഷണങ്ങളും, ആമേൻ, അറക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു ആട്ടിൻകുട്ടിയെ പോലെ കാൽവരിയുടെ കൊലക്കളത്തിൽ മറുപടി പറയാതെ മൗനം പ്രാപിച്ച ആ യേശുക്രിസ്തു ഏറ്റുവാങ്ങിയ സകല പീഡാനുഭവങ്ങളും എന്നെയും നിന്നെയും പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാനായിരുന്നു എന്ന തിരിച്ചറിവ് ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടാവുകയും, യേശുവേ അവിടുന്ന് വെളിച്ചമാണെങ്കിൽ അവിടുന്ന് എന്റെ ഹൃദയത്തിന്റെ അകത്തേക്കൊന്ന് കടന്നു വരികയും എന്റെ ഹൃദയത്തിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് എന്നെ വെളിച്ചത്തിന്റെ മകനാക്കി നന്മയുള്ളവനാക്കി മാറ്റണമെന്ന് ഇന്ന് രാത്രി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ജീവിതത്തിന്റെ ആ ഹൃദയവാതിൽ തുറന്ന് യേശുവിനെ സ്വീകരിപ്പാൻ ശബ്ദവരിയിൽ ആര് തയ്യാറാകുന്നുവോ ഇന്ന് രാത്രി വേദപുസ്തകം പറയുന്നു, ആ നിമിഷം നീ രക്ഷ പ്രാപിക്കും, രക്ഷിക്കപ്പെടും. അതാണ് പാപമോചനം പ്രാപിക്കുക, അതിനാണ് രക്ഷിക്കപ്പെടുക. ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു ഏക രക്ഷകനെ, ഏകനാഥനെ ഹൃദയവാതിൽ തുറന്നുകൊണ്ട് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് രാത്രി സൗജന്യമായി ഒരു നാണയത്തൊട്ട് കൊടുക്കാൻ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി പാപമോചനം പ്രാപിക്കാൻ കഴിയുന്ന ഏക സന്ദേശമാണ് സുവിശേഷം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മനസ്സുണ്ടായിട്ടല്ല, സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപമെന്ന തിന്മയുടെ പിടിയിൽ നിന്നും, പാപത്തിന്റെ പടുകുഴിയിൽ നിന്നും രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗമിക്ഷതിയിൽ ഇല്ലവേ ഇല്ല എന്ന് ഇന്ന് രാത്രി പൊൻവിളയോട് അവിതർക്കിതമായ അത്യുച്ചത്തിൽ അഭിമാനത്തോടെ വിളംബരം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. പ്രസംഗം തീർന്നിട്ടോ വിഷയം അവസാനിച്ചിട്ടോ അല്ല, സാഹചര്യത്തിൻ്റെ കാലാവസ്ഥയുടെ പ്രതികൂലം കൊണ്ട് വാക്കുകൾ ഇങ്ങനെ അവസാനിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. അതുകൊണ്ട് ഈ രാത്രിയിൽ ആമേൻ ലോകത്തിൻ്റെ വെളിച്ചമായ ഏകരക്ഷകനായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പാപമോചനം പ്രാപിച്ച് വരുവാനുള്ള സ്വർഗരാജ്യത്തിൽ മരണാനന്തര ജീവിതത്തിൽ സൗജന്യ പ്രവേശനം സാധ്യമായി നിത്യജീവൻ പ്രാപിപ്പാൻ ഈ സന്ദേശം പൊൻവിളയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.